ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. പേര് പരിചയപ്പെടുത്തി. ഐ ആം അനീഷ് പറവൂർ, സോണൽ മാനേജർ, ജസ്പേഡ് ഇന്റർനാഷണൽ. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു തിരൂർക്ക് വരാനായിട്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇടയ്ക്കിടയ്ക്ക് തിരൂർ വന്നിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരുപാട് പുതിയ മുഖങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പേരും സ്ഥലവും മനസ്സിലായി അല്ലേ? പറവൂർ എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? എറണാകുളമാണ്. ഓക്കെ, എറണാകുളം ജില്ലയിലാണ്. അത് വൈഫാണ്. കഴിഞ്ഞ ഒരു 6 വർഷത്തിനടുക്കായി ഞാൻ ഈ ഒരു ജസ്പേഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് കമ്പനിയോടൊപ്പം ഇന്നിപ്പോൾ ഒരു എക്സിക്യൂട്ടീവായി കമ്പനിയിൽ വന്ന് മാർക്കറ്റിങ്ങിൽ ജസ്റ്റ് ഒരു എക്സിക്യൂട്ടീവായി പാഠങ്ങളൊക്കെ പഠിച്ച് ഇന്നിപ്പോൾ കമ്പനിയുടെ സോണൽ മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിലേക്കും വളർന്നിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു പരിധി വരെ എന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്നിപ്പോൾ പരിചയപ്പെടുത്തിയ സജീഷ് സാർ ഉൾപ്പെടെ, ഇന്നിപ്പോൾ സന്ധ്യ മാഡം, അതോടൊപ്പം തന്നെ വാവരാജൻ സാറ്, ഇവരെല്ലാവരും ഞങ്ങളുടെ കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് ടീമായി നിന്നുകൊണ്ട് കമ്പനിയുടെ പ്രൊജക്റ്റുകൾ മനസ്സിലാക്കി അതിനെ പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഞങ്ങളൊരു വലിയൊരു സെയിൽസ് കമ്പനിയിലേക്ക് എത്തിച്ചപ്പോഴാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സജി സാർ പറഞ്ഞു എന്താണ് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റാണെന്ന് പറഞ്ഞു അല്ലേ? റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്, ഉണ്ടാവില്ലേ? റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവരുണ്ടാവും, ചെയ്ത് പരിചയമുള്ള ആളുകളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള, എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ നമ്മളെങ്ങനെ റിയൽ എസ്റ്റേറ്റിനെ നോക്കിക്കാണാം എന്നുള്ള രീതിയിലേക്ക്, അതിലേക്ക് ആഴങ്ങളിലേക്ക് പഠിച്ചപ്പോഴാണ് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊജക്റ്റുകൾ നമ്മളിലേക്ക് വന്നത്. അങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇന്നിപ്പോൾ സ്ക്രീനിൽ കാണാം. എന്താ കാണുന്നത് സ്ക്രീനിൽ? എന്താ കണ്ടേ? ഒച്ചപ്പറ. പൊന്മുട്ടിയിടുന്ന താറാവിനെയാണ് കണ്ടത് പെട്ടെന്ന്. അതിന്റെ പുറകിലൊരു സാധനം ഉണ്ട്. നിന്നാ ഒരു കോട്ടേജ് ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുപോയത് എങ്ങോടാ? കണ്ണുപോയത് പൊന്മുട്ടിയിടുന്ന താറാവുമ്മയാ. കേട്ടിട്ടുണ്ടോ കഥ? എന്തായിരുന്നു ഞാൻ തന്നെ പറയണോ? അല്ലേ? അതായത് ഒരുപാട് അല്ലെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഒരു ദമ്പതികൾക്ക് എവിടെന്നോ ഒരു എന്ത് കിട്ടി, അല്ലെങ്കിൽ ഒരു താറാവിനെ കിട്ടി ഇങ്ങനെ വിചാരിക്കുക. ആ താറാവിനെ കിട്ടി, ആ താറാവിനെ വളർത്തി, അവസാനം അത് മുട്ടയിട്ടു. മുട്ടയിട്ടപ്പോൾ എന്തായിരുന്നു? അത് സ്വർണ്ണമുട്ടയായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അതുകൊണ്ട് വിറ്റ് പണം ഉണ്ടാക്കി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇത് എന്ത് ചെയ്യും? ഓരോ മുട്ട തരും. അത് സ്വർണ്ണമുട്ടയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അടുത്ത ചേച്ചിക്ക് ഒരു തോന്നി, ഇതിപ്പോൾ ഡെയിലി നമുക്ക് ഓരോ മുട്ട കിട്ടണുണ്ടല്ലോ, അതുകൊണ്ട് വിറ്റ് നമുക്ക് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്രപ്പരുത്ത് മുട്ട ഉണ്ടാവില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, താറാവിനെ അങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ എല്ലാ മുട്ടയും കൂടെ ഒരുമിച്ച് വിറ്റ് പെട്ടെന്ന് സമ്പന്നരായിക്കൂടെ എന്ന് ചിന്തിച്ചു അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? പൊൻപെട്ടിടുന്ന താറാവിനെ എന്ത് ചെയ്തു അല്ലേ? കൊന്ന്. നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്താണ് അവിടെ ഒരു മെസ്സേജാണ്. ഇനി നമ്മൾക്കൊരു പൊന്മുട്ടിനായിട്ടുന്ന താറാവിനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? വളർത്തൂലേ? കൊല്ലൂല. കാരണം എന്താ? ഒരു മെസ്സേജ് നമുക്ക് കിട്ടി. അത് നമുക്ക് ഡെയിലി ഓരോ മുട്ട തരുമ്പോൾ അത് പതുക്കെ വിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കാശുണ്ടാക്കാം, അല്ലെങ്കിൽ സമ്പന്നരാകാം. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടേജിന് മുന്നിൽ താറാവിനെ കൊണ്ടുവന്ന് വെച്ചത് എന്തിനാണെന്നറിയാമോ? ബാക്കിലിരിക്കുന്ന കോട്ടേജ് എന്താ? ഇതുപോലെ പൊന്മുട്ട ഇടുന്നൊരു താറാവാ. മനസ്സിലായോ? അത് ഡെയിലി ഇങ്ങനെ ഓരോ മുട്ട തന്നുകൊണ്ടിരിക്കും. എങ്ങനെ? ഒരു വരുമാനമായിട്ട്. എന്ത്? അവിടെ വന്ന് താമസിക്കുമ്പോൾ കിട്ടുന്ന വരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു സൂചന മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊജക്റ്റ്, നമ്മൾ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മളുടെ കമ്പനി എന്ന് പറഞ്ഞു. നമ്മുടെ കമ്പനി ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ തന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ ടൂറിസം വിത്ത് AI ടെക്നോളജി. അതായത് AI ടെക്നോളജിയുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെ ടൂറിസത്തെ അല്ലെങ്കിൽ കൃഷിയെയും നമ്മളിവിടെ ആക്സിലറേറ്റ് ചെയ്യുക, വളരെ ഫാസ്റ്റ് ആക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ അല്ലേ? ഗൾഫ് രാജ്യങ്ങളെ ഇന്ന് കാണുന്ന ഗൾഫാക്കി മാറ്റിയത് അവിടെ ഒരു നിധി ഉണ്ടായി അല്ലേ? എന്തായിരുന്നു? ശരിക്കും അവരെ സമ്പന്നരാക്കുന്നത് എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ ഓരോ രാജ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടാവും. ഇപ്പോൾ റഷ്യയെ ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആക്കുന്നത് നമ്മൾ എന്തിലാണ് കാണുന്നത്? റഷ്യയൊക്കെ
അല്ല ആയുധങ്ങൾ വെച്ചിട്ടൊക്കെയാണ് അല്ലെ, ആണവായുധങ്ങൾ, ആയുധക്കോപ്പുകളൊക്കെ വെച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ നമ്മൾ എന്താണ് പറയുന്നത്, ഇന്ത്യക്കുണ്ട് ഒരു പാരമ്പര്യം. എന്താണ് അത്? കൃഷിയും ടൂറിസവുമാണ് അല്ലെ. ഇന്നിപ്പോ വേൾഡ് ടൂറിസം ഭൂപടത്തിൽ നമ്പർ 1 ആയിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുക. അപ്പോ ഇവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്, കാലാവസ്ഥ എല്ലാം ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മളോ നമ്മളുടെ തലമുറയെ കൊണ്ടോ കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ടോ? ചെയ്യാൻ അവർ തയ്യാറാകുന്നുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ ഇവിടുത്തെ മണ്ണും കാലാവസ്ഥയും കൊള്ളില്ലാഞ്ഞിട്ടാണോ? ഇതിനേക്കാൾ മോശമായ മണ്ണും കാലാവസ്ഥയും എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ കൃഷിയിൽ ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന ഒരുപാട് രാജ്യങ്ങളില്ലേ, ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ട് പോലും. അപ്പൊ അതിന്റെ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇപ്പോഴും വേറെ എന്തോ, അതായത് കസ്തൂരിമാന്റെ അവസ്ഥയാണ് അല്ലെ. കസ്തൂരിമാൻ സ്വന്തം ശരീരത്തിൽ ഇത്രയും വലിയ സുഗന്ധം ഉണ്ടായിട്ട് ഇപ്പോഴും നമ്മളത് അന്വേഷിച്ചിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വേണ്ട രീതിയിൽ സ്റ്റഡി ചെയ്ത് അതിനെ നമുക്ക് വളർത്താൻ സാധിച്ചാൽ, ഇന്ന് നമുക്കറിയാം കൃഷി തന്നെ ആയിക്കോട്ടെ, ഇന്നിപ്പോ പണ്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലാണ് ഒരു ക്യാൻസർ രോഗിയെ കണ്ടിരുന്നത്. പതുക്കെ പതുക്കെ അതെന്തായി, നമ്മുടെ നാട്ടിൽ കുറച്ച് പേരായി, നാട്ടിൽ കൂടുതൽ പേരായി, പഞ്ചായത്തിൽ കുറച്ചധികം പേരായി, നമ്മുടെ വാർഡിൽ കുറച്ചധികം പേരായി. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളില്ലാത്തൊരു കുടുംബം ഉണ്ടാവില്ല. നാളെ അത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അല്ലേ. എന്തുകൊണ്ടാ? അതിൻ്റെയൊക്കെ കാരണം എന്താ? നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിഷം കലർന്ന പല പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം. അപ്പൊ ഇതിനെ ഒരു പരിധി വരെ ജൈവമായ രീതിയിൽ വളരെ ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ കൃഷിക്ക് നല്ല സാധ്യതയുള്ള മണ്ണാണ്. പക്ഷെ അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് പുറത്തു നിന്നിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് കിടക്കാം. നമ്മളിവിടെ കൃഷി എന്ന് പറയുമ്പോൾ ആ കൃഷി, ഞാൻ ഈ പറഞ്ഞ കൃഷിയെ കുറിച്ചല്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, അത് ഞാൻ പറയാം. ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ കൃഷിയുമായിട്ട് കണക്ട് ആയിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിന്റെ പേര്, ഞാൻ ആദ്യം പറയാൻ പോകുന്ന പ്രൊജക്റ്റിന്റെ പേര് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നാ. ഇത് ടൂറിസമായിട്ട് കണക്ട് ചെയ്തിട്ടാ. ഓക്കെ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, പേരിൽ തന്നെ എന്താണ്, ചന്ദനത്തോപ്പിൽ താമസിക്കാം എന്നല്ലേ. ഓക്കെ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ നേട്ടിട്ടുണ്ടോ? ആ പേരുമായിട്ട് എന്തെങ്കിലും സാമ്യമില്ലേ? അപ്പോ ഈ പേരിൽ തന്നെ നമ്മൾ വിജയിപ്പിക്കുക, ബ്രാൻഡ് ചെയ്യണം അവിടെ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പോൾ ചന്ദനം വേണ്ട അവിടെ പേരിനെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മനോഹരമായിട്ടുള്ള കേവ് കോട്ടേജ് ആണ്. ആ ഒരു കോട്ടേജ് ഇവിടെ നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ വേറൊരു വാക്യം കൂടി നമുക്ക് പറയാം, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് ലെഗസി. അതായത് ഹെൽത്ത് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. വെൽത്ത് അല്ല, സന്തോഷം ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ വെൽത്ത് ഉണ്ടെങ്കിലും എന്തുണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കാര്യം ഇത് കിട്ടിയാൽ ഇത് ഓട്ടോമാറ്റിക് കിട്ടും അല്ലേ. അതായത് ഹെൽത്ത് ഓക്കെ ആയാൽ സമാധാനവും സന്തോഷവും ഉണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു സാധനത്തിന്റെ കുറവുണ്ട്, എന്താണ്, സമ്പത്ത്. അപ്പൊ സമ്പത്തും കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സംഭവം ഓക്കെ ആയി, അതായത് ഹാപ്പിനെസ്. ഈ ഹെൽത്തും വെൽത്തും ഓക്കെ ആക്കി സന്തോഷം കൊടുക്കുമ്പോൾ ഒരാളും പറയാത്ത ഒരു കാര്യമാണ്, ഇത് പാരമ്പര്യത്തിലേക്ക് കൂടി കിട്ടും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജോബിലോ ബിസിനസ്സിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ചിലപ്പോൾ ക്യാപ്ഷനൊക്കെ കാണാം, പക്ഷെ ലെഗസി കാണില്ല. അപ്പൊ നമ്മളിവിടെ അതുകൂടി കൂടിച്ചേർക്കുന്നു, അതായത് പാരമ്പര്യം കൂടി കൂടിച്ചേർക്കുന്നു. കാരണം നമ്മൾക്ക് ഉണ്ടാവുന്ന ആരോഗ്യം, നമ്മൾക്ക് ഉണ്ടാവുന്ന സമ്പത്ത്, നമ്മൾക്ക് ഉണ്ടാവുന്ന സന്തോഷം, ഇത് നമ്മളുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിലോ, പാരമ്പര്യത്തിലേക്ക് കണക്ട് ചെയ്ത് തലമുറയിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, ഒരു കൾച്ചർ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോട്ടേജ് വെച്ചു. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ വയനാട് പുൽപ്പള്ളിയിലാണ് നമ്മുടെ പ്രൊജക്റ്റ് പോകുന്നത്. ആ ഒരു പ്രൊജക്റ്റ് ഏകദേശം 5 ഏക്കറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വയനാട് പുൽപ്പള്ളിയിൽ വാടാനക്കോല എന്ന് പറയുന്ന സ്ഥലത്താണ് 5 ഏക്കറിലാണ് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ടല്ലോ, ഈ ഒരു ഡിസൈൻ കേവ് ഹൗസ്, നേരത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. അപ്പോ ഈ ഒരു മനോഹരമായിട്ടുള്ള കേവ് ഹൗസ് നമ്മൾ വേറെ എവിടെയും നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഡിസൈൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള കേവ് ഹൗസ് നമ്മൾ 90 കേവാണ് നമ്മൾ ആ ഒരു 5 ഏക്കറിൽ ആദ്യഘട്ടം എന്നോണം നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. 90 എണ്ണം ഇപ്പോൾ ഓൾറെഡി വർക്ക് കഴിഞ്ഞതിന്റെ വീഡിയോ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ 90 കേവില് ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവും,
അതിനകത്തൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, അതിനകത്തൊരു വാട്ടർഫോൾസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു കോട്ടേജ് ആണ്. 570 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു കോട്ടേജ് വരുന്നത്. അതിന്റെ ലാൻഡ് ഏരിയ 5 സെന്റ് ആണ് വരുന്നത്. അപ്പൊ 5 സെന്റ് ലാൻഡിൽ ഒരു മനോഹരമായിട്ടുള്ള കേവ് ഹൗസ് ആണ് നമ്മളിവിടെ പണിതിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേവിന്റെ ഒരു, നമുക്കറിയാം മഡ് ഹൗസിലൊക്കെ താമസിച്ചാൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ട്, എനർജി ഉണ്ട് അല്ലേ. മഡ് ഹൗസിൽ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂജയിലെ വെള്ളം കുടിക്കില്ലേ, മണ്ണിന്റെ, അപ്പൊ കിട്ടുന്ന ഒരു എനർജി ഇല്ലേ നമുക്ക്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടും. അതായത് നമ്മൾ പൂജയിൽ ഇറങ്ങി എന്നാൽ എങ്ങനെ ഉണ്ടാവും, മനസ്സിലായോ? അതായത് മഡ് ഹൗസിലാണ് നമ്മൾക്ക് അവിടെ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഡ് പാക്കഡ് ആയിട്ടുള്ള റിസോർട്ട് എന്ന് വിചാരിച്ച് പൂർണ്ണമായിട്ടുള്ള മഡ് അല്ല. അപ്പൊ ചോദിക്കും സ്ട്രോങ് ആയിരിക്കും മഡ് ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ. അതെ, സ്ട്രോങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമന്റ്, മണല്, കമ്പികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഫെറോക്രീറ്റ് എന്ന് പറയും, കോൺക്രീറ്റ് അല്ല. കോൺക്രീറ്റ് മെത്തേഡിൽ ചില ആളുകൾ ചിന്തിക്കും, അയ്യോ മഡ്, പുല്ല്, നാളെ ലീക്ക് വന്നാലോ, അങ്ങനെ ചിന്തിക്കും. അപ്പൊ അതാണ് ഫെറോക്രീറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടാക്കില്ലേ, വലിയ വലിയ ലക്ഷക്കണക്കിന് ലിറ്റർ ജലസംഭരണികളാണ് വാട്ടർ ടാങ്കുകൾ. അപ്പോൾ അതിൽ ലീക്കേജ് ഉണ്ടാവും, അതിനാണോ പണിയുന്നത്? അല്ലല്ലോ. അപ്പൊ ലീക്കേജ് ഉണ്ടാകാത്ത ഒരു മെത്തേഡ് കൂടിയിട്ടാണ് ഫെറോക്രീറ്റ് കൺസ്ട്രക്ഷൻ. ആ ഒരു കൺസ്ട്രക്ഷനിലാണ് നമ്മളുടെ ഈ ഒരു കോട്ടേജിന്റെ നിർമ്മിതി. അതിന്റെ മുകളിൽ മഡ് ബാക്ക് ചെയ്തതിന് ശേഷം നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് പിടിപ്പിച്ചുകൊണ്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്താണ് സ്വിമ്മിംഗ് പൂൾ, പുറത്തല്ല. ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഡിസൈനിൽ വരുത്തിയിരിക്കുന്നതാണ്. ഈ റൂമിനകത്തായിരിക്കും പൂള്. അപ്പോൾ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രൈവസി, നമ്മുടെ ഫാമിലി അല്ലെ, ഹസ്ബൻഡ്, വൈഫ്, ലേഡീസിനൊക്കെ കുറച്ചും കൂടി നമുക്കറിയാം. എവിടെ ടൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂളൊക്കെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങാനൊക്കെ തോന്നും ലേഡീസിന് പൊതുവെ അല്ലെ. പക്ഷെ നമ്മൾ എന്താണ്, മറ്റുള്ളവര് അവിടെ കുളിക്കുന്ന സമയത്തോ അല്ല മറ്റു റൂംസിലുള്ള ആളുകളൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്തോ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡിനാണെങ്കിൽ അത് ഇറക്കാനും തോന്നില്ല. അപ്പൊ രണ്ട് രീതിയിലുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം ഇല്ലാണ്ട് പോകില്ലല്ലോ, ഉള്ളി കിടക്കൂല ഈ സാധനം അല്ലെ. ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും, നമ്മൾക്കൊന്ന് പൂളിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയിരുന്നെങ്കിലോ, ഇതൊരു പ്രൈവറ്റ് പൂൾ ആയിരുന്നെങ്കിലോ. അപ്പോ അവിടെ നമുക്ക് എന്തും മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കൊണ്ടുവരുമ്പോഴാണ് അത് കൂടുതലായിട്ട് സക്സസിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ എന്താണ്, പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ എന്നുള്ളത് ആളുകളുടെ നീഡാണ്. ആ നീഡിനെ മനസ്സിലാക്കി ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു, ഈ കോട്ടേജിനകത്തൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ കൊണ്ടുവരുന്നു. അതിനെ മനോഹരമാക്കാനായിട്ട് ഒരു വാട്ടർഫോൾസ് കൊണ്ടുവരുന്നു, ഒരു വെള്ളച്ചാട്ടം കൊണ്ടുവരുന്നു. അപ്പൊ റൂമിനകത്ത് പോകുന്ന പറയുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും, നമുക്കൊരു ടൈം ലിമിറ്റ് ഇല്ല, എപ്പോൾ വേണമെങ്കിലും, രാവിലെയോ വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫാമിലി ഒന്നിച്ച് വെള്ളത്തിൽ ചാടാം. അതൊരു 3-4 പേർക്ക് അടിപൊളിയായിട്ട് നീന്തി കുളിക്കാൻ പറ്റുന്ന നല്ല സ്പേസ് ഉള്ള ഏകദേശം 200 സ്ക്വയർ ഫീറ്റ് ഉള്ള പൂള് തന്നെയാണ്. അപ്പോൾ ആ ഒരു പൂള്, മാസ്റ്റർ ബെഡ്റൂം, കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ കം ബെഡ്, ഒരു ബേ വിൻഡോ ടൈപ്പിൽ. അപ്പോൾ ബേ സ്പേസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു കോട്ടേജ് ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു. അതിന്റെ ചുറ്റിനും എന്തുണ്ട്, 16 സാൻഡൽവുഡ് ട്രീസും ഉണ്ട്. അപ്പൊ എന്തായി, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ പൂർണ്ണമായോ, ചന്ദനമരങ്ങൾക്കിടയിലുള്ള ഒരു കേവ് റിസോർട്ട്. അപ്പൊ എന്താണ് ചന്ദനമരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന മരം ഏതായിരുന്നു? ആൽമരല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ആൽമരത്തേക്കാൾ കൂടുതൽ ഓക്സിജൻ ഒരു ചന്ദനമരം എന്ന് പറഞ്ഞാൽ ആൽമരത്തേക്കാൾ 3 ഇരട്ടി വരെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോ 16ഓളം ചന്ദനമരങ്ങൾ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവും നമുക്കറിയാലോ. നമുക്ക് വേണ്ടത് എന്താ, നമുക്കും ജീവിക്കാൻ വേണ്ടത് ജീവശ്വാസം, ജീവവായു അല്ലേ. ഇതില്ലാത്തതിന്റെ പേരിലല്ലേ കൊറോണ നമ്മൾ കുറെ എണ്ണം വലിച്ചത്. അപ്പോൾ ഈ ഒരു ഓക്സിജന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡൽഹിയിലൊക്കെ അറിയാലോ, ഡൽഹിയിലൊക്കെ ഓക്സിജൻ പണം കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നു. ഇങ്ങനെ പോയാൽ വൈകാതെ ഇവിടെ ആവില്ലേ? കാരണം എല്ലാവരും ഇപ്പോൾ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? പ്രാവർത്തികമാക്കാൻ നോക്കുന്നുണ്ടോ? ഇത് വെട്ടിമുറിച്ച് പുതിയ ബിൽഡിങ്ങുകൾ, കൺസ്ട്രക്ഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനൊരു പരിധി വരെ നമ്മളും സഹായിക്കുന്നു. നമ്മൾ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടേജ്, അതായത് മഡും ഗ്രാസ് ഒക്കെ വെക്കുമ്പോൾ അവിടെയും പച്ചപ്പാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 16ഓളം ചന്ദനമരങ്ങൾ ഓരോ പ്രോപ്പർട്ടിയിലും ചെയ്തുകൊണ്ട് ഏകദേശം 1460ഓളം ചന്ദനമരങ്ങൾ ആ 5 ഏക്കർ ലാൻഡിൽ, വിവിധ മരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ചന്ദനമരങ്ങൾ മാത്രം 1460 എണ്ണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഈ ഒരു കോട്ടേജിന്റെ ഇന്റീരിയർ ഡിസൈൻ ആണ്. ഇതൊരു പൂർണ്ണമായിട്ടും മഡ് കവർ ചെയ്തിട്ടുള്ള ഇന്റീരിയർ ആയിരിക്കും നമ്മൾ ചെയ്യുക, ഡിസൈനും കാര്യങ്ങളൊക്കെ. പിന്നെ അതുമാത്രം മതിയോ ഒരു കോട്ടേജിൽ ആളുകൾ വന്ന് താമസിക്കാൻ, അവർക്കൊരു എന്റർടൈൻമെന്റ് കിട്ടാൻ?
ഇപ്പൊ നമുക്ക് കുറച്ച് റിസോർട്ടൊക്കെ പണിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം, സ്വന്തമായിട്ട് കയ്യിൽ കുറച്ച് കാശുണ്ട്. ഓക്കെ, ഒരു റിസോർട്ട് പണിയണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം എടുത്തിട്ട് ഒരു റിസോർട്ട് പോലെയൊക്കെ പണിതിടാൻ പറ്റും. ചെറിയ എന്തെങ്കിലും പൈസക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റും. കാരണം എന്താ, ഒരു റിസോർട്ട് പേരിന്. ഇനി അതിനകത്ത് ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള് ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ കുറച്ചും കൂടി ഡിമാൻഡ് ഉണ്ട്, കുറച്ചും കൂടി നമുക്ക് റെന്റ് വാങ്ങാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ. പക്ഷേ അവിടെയും നമ്മൾ ഹാപ്പി ആയിരിക്കില്ല, സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല കസ്റ്റമർ. എന്തുകൊണ്ടാ, മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന തരത്തിലുള്ള കോമൺ അമ്യൂണിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അതായത് മറ്റ് തരത്തിൽ എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ കോട്ടേജിൽ ഉണ്ടാവില്ല. ജസ്റ്റ് റൂമിൽ കിടന്നുറങ്ങി പോകാം, അല്ലെങ്കിൽ ഒരു പൂൾ ഔട്ടുണ്ടെങ്കിൽ പൂളിൽ കുളിക്കാം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എന്താണെന്നറിയാമോ, ഇവിടെ കമ്പനി തന്നെ ഏകദേശം ഒരു 30 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോട്ടേജിന് സപ്പോർട്ടിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കോട്ടേജിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റെന്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നറിയാമോ, ഇതുപോലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ മൈൻഡ് സെറ്റ് എന്താ, ഒന്ന് പാർക്കിൽ പോകണം എന്നൊക്കെ പറയും നമ്മളോടാണെങ്കിൽ തന്നെ, അല്ലെ? വെക്കേഷൻ ടൈം ആകുമ്പോൾ പറയും, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേക്ക് പറയും നമുക്കൊന്നാ പാർക്കിൽ പോകാന്ന് പറയും. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, കളിക്കണം, അതുപോലുള്ള എന്താ പറയുക എന്തെങ്കിലും ഗെയിമുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളുടെ കോട്ടേജിൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി തന്നെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വലിയ സ്വിമ്മിംഗ് പൂള്, അതായത് ചെറിയ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ ഇത്രയും ഫാമിലീസ് അവിടെ പോവാണ്, നിങ്ങളുടെയൊക്കെ പിള്ളേരും ഉണ്ട്. അപ്പൊ അവർക്ക് എന്താണ്, പുറത്തിറങ്ങി കളിക്കണം, അകത്ത് തന്നെ പിടിച്ചിരുത്താൻ പറ്റില്ല. അപ്പൊ പിള്ളേർക്ക് വലിയ പൂളിൽ എല്ലാവരും കൂടിയൊക്കെ ഇറങ്ങാം, എല്ലാവരും റൂമിനകത്ത് പൂളിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തെ റൂമിലെ പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണ്, നിങ്ങൾ പോയിട്ട് ആ പൂളിൽ കുളിച്ചോ. അപ്പോ വലിയ സ്വിമ്മിംഗ് പൂളിൽ എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നീന്തൽ മത്സരങ്ങളൊക്കെ വെക്കാം. ഓക്കെ, നെക്സ്റ്റ്, ട്രീ ഹൗസ് ഉണ്ട്. കുറച്ച് അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ട്രീ ഹൗസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നു. നെക്സ്റ്റ്, ഇപ്പോ എന്നെ പോലെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേര്, ഞാൻ എൻ്റെ പ്രായം, ഓക്കെ, നമുക്ക് എന്താണ് വൈകുന്നേരം ആകുമ്പോൾ ഒരു തീയൊക്കെ കത്തിച്ച് പാട്ടൊക്കെ പാടി ചില്ലാവണം, ഒരു ഡാൻസ് ഒക്കെ കളിച്ച് ക്യാമ്പ് ഫയർ. ഇതെല്ലാവർക്കും ആവാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അല്ലേ രാധാകൃഷ്ണൻ മാഷേ, പറ്റൂലേ? ഡാൻസ് കളിക്കില്ല അമ്മ? പിന്നല്ല. അപ്പൊ ഏതൊരു പ്രായക്കാർക്കും പ്രായം കുറക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഡാൻസും പാട്ടൊക്കെ പാടി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാമ്പ് ഫയർ ഇതെല്ലായിടത്തും വേണം, ഇപ്പോൾ നിർബന്ധം. അപ്പൊ ക്യാമ്പ് ഫയർ ഫെസിലിറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം, പുറത്തു വേണോ? വേണ്ട, അവിടെ തന്നെ 90ഓളം കോട്ടേജ് ഉണ്ട്, എത്രയോ ഫാമിലി ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ മറ്റേ കാര്യം, ഏത്, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. എന്താ, വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും പാലും മുട്ടയും ചെമ്മീനും മീനും ഞണ്ടും ഇതെല്ലാം നമ്മൾ തന്നെ ഓർഗാനിക് ആയിട്ട് നമ്മളുടെ ഫാമിൽ കൃഷി ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ, ഒരു മാതൃകയാണ് ജനങ്ങളോടും സമൂഹത്തോടും നമ്മൾ കൊടുക്കുന്ന ഒരു മാതൃക. നിങ്ങൾ ഈ വിഷമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒന്നും പോയി പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് കഴിക്കല്ലേ. നമ്മുടെ തന്നെ മണ്ണ്, നമ്മുടെ തന്നെ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളിവിടെ കൃഷി ചെയ്താൽ, നമ്മളൊന്ന് മണ്ണിലിറങ്ങി പണിയെടുത്താൽ ഇവിടുന്ന് നമുക്ക് നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാം, ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാം എന്നുള്ളൊരു സന്ദേശം കൂടി നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയ പ്രൊജക്റ്റ് 12 ഏക്കറിൽ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അതും ഇതുമായിട്ട് കണക്ട് ആക്കും, പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ റെസ്റ്റോറന്റിൽ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം, നല്ല ഫുഡ് വാങ്ങിക്കൊണ്ടു പോവാം, ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ ഫാമിൽ പോയിട്ട് വാങ്ങി നാട്ടിൽ കൊണ്ടുപോവാം, കാണിക്കാം, പറയാം. എന്തിനാ, ഇവിടെ ഇങ്ങനെ ഒരു കോട്ടേജ് ഉണ്ട്, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഇവിടെ ഒരു റിസോർട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ മാത്രമേ കൊടുക്കുള്ളൂ. ഞങ്ങൾ ആ ഫാമിൽ പോയി കണ്ടു, സന്ദർശിച്ചു, ഇഷ്ടപ്പെട്ടു, വളരെ മനോഹരമായതിൽ അവരെ കൊണ്ടു നടക്കുന്നു. ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഓക്കെ, കഴിഞ്ഞില്ല. നെക്സ്റ്റ്, നമ്മൾ ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും വേണം. എന്തുണ്ട് ഇവിടെ, നമുക്കറിയാം ചന്ദനം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മെഡിസിൻ പർപ്പസിന് ഉപയോഗിക്കുന്നു ആയുർവേദിക്കിലൊക്കെ. അപ്പോൾ ഇവിടെ സാൻഡൽവുഡിന്റെ ഓയിൽ വെച്ചിട്ടുള്ള അരോമ തെറാപ്പി ട്രീറ്റ്മെന്റ്, അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് പൗഡർ വെച്ചിട്ടുള്ള ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു വെൽനസ് ക്യാമ്പസ് പോലെ ഇത് വർക്ക്ഔട്ട് ചെയ്യാണ്. അതായത് സ്പാ ആൻഡ് അരോമ തെറാപ്പി നമ്മളിവിടെ ചെയ്യുന്നു. ഓൾറെഡി സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന സാധനം എന്താണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല എക്സസൈസ് ആണോ? നീന്തലല്ലേ ഏറ്റവും നല്ല എക്സസൈസ്. അത് റൂമിൽ തന്നെ കൊണ്ടുവരുന്ന എന്താണ്, മറ്റേ പൂളിൽ എല്ലാവരും കുളിക്കില്ല, അപ്പൊ വരുന്ന എല്ലാവർക്കും ആ ഒരു എക്സസൈസ് കിട്ടില്ല. ഇതുകൊണ്ട് എന്താണ്, ഇവിടെ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെ പ്രൈവറ്റ് പൂളിൽ കുളിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാവർക്കും ഹെൽത്ത് ഓക്കെ ആവോ? ഒന്ന്
ശരീരത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ആയാസം വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോഡി അവിടെ ഇവിടെയൊക്കെ ജോയിൻ്റൊക്കെ ഒന്ന് ഇളകണമെങ്കിൽ ഏറ്റവും നല്ല എക്സസൈസ് ആണ് നീന്തുക എന്നുള്ളത്. അത് മടിയില്ലാതെ എല്ലാവരും ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതിവിടെ നിർബന്ധിതമായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണം അവിടെ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ. പിന്നെ എന്താണ്, നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എന്താണ്, മഡ് ഹൗസിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഗ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വായുവിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഗ്രാസ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആക്കാൻ വേണ്ടി സാൻഡിൽവുഡ് അവിടെ നട്ടു വളർത്തുന്നു. അപ്പോൾ ചന്ദനമരങ്ങൾക്കിടയിൽ ഏറ്റവും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ജീവിക്കാം. ഒന്ന് ബ്രീത്ത് എടുത്താൽ തന്നെ ഉണ്ടല്ലോ, ഒന്ന് ഫ്രഷ് എയർ ആയിരിക്കും അറിയാമോ. അതിപ്പോൾ രാവിലെ തന്നെ അവിടെ മെഡിറ്റേഷനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് ആളുകൾ ആ ഒരു ചേഞ്ചസ് ഉണ്ടാവുകയാണ് അവരുടെ ലൈഫിൽ തന്നെ. അവിടെ വന്ന ആ ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ നമുക്കറിയാലോ, ഇതുപോലുള്ള ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് ബ്രീത്ത് എടുത്താൽ തന്നെ നമുക്ക് ആ ഫ്രഷ് എയറിന്റെ ഫീൽ കിട്ടും. പക്ഷെ ഇവിടുത്തെ തിരൂർ ടൗണിൽ പോയിട്ട് ബ്രീത്ത് എടുത്താൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? ആ പൊടിയും പടലങ്ങളും അല്ലെ, എത്രത്തോളം ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജന്റെ അളവ് വളരെ കുറവും. മറ്റ് എന്താ പറയുക, കെമിക്കലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വായു മലിനീകരണമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പൊല്യൂഷനാണ്. അപ്പൊ ഇതെല്ലാം വലിച്ച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുപോയി നമ്മുടെ ലങ്സിനെ, നമ്മൾ തന്നെ 100 വർഷം വരെ ജീവിച്ചിരിക്കേണ്ട നമ്മളുടെ ശരീരത്തിലെ ലങ്സിനെ നമ്മളൊരു 50 വർഷത്തിലേക്ക് കുറച്ചുകൊണ്ടിരിക്കുക നമ്മൾ തന്നെ, വേറെ ആരുമില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമ്മളൊരു മെസ്സേജിലൂടെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചുകൊണ്ട് ഒരു ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കോമൺ അമ്യൂണിറ്റീസിൽ 500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അണ്ടർഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റോറിയം, പാർട്ടി ഹോള്. ഓക്കെ, വലിയ വലിയ കല്യാണങ്ങൾ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സുകൾ, ബർത്ത്ഡേ പാർട്ടി, BNA പോലുള്ള സംഘടനകളുടെയൊക്കെ മീറ്റിംഗ്, 2-3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇതൊക്കെ താമസിച്ച് നടത്താൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയം. അതായത് 500 മുതൽ 700 പേർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഏകദേശം 90 വരുന്ന കോട്ടേജ്. ആ കോട്ടേജിൽ ഏകദേശം 500 മുതൽ 700 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അണ്ടർഗ്രൗണ്ട് കേവ് ഓഡിറ്റോറിയം. അപ്പോൾ ഇതെല്ലാം എക്സ്ട്രാ വരുന്നതാണ്. നെക്സ്റ്റ് ആണ് മിനി സൂ. കുട്ടികൾക്ക് വേണ്ടി തന്നെ, നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ, നമുക്കറിയാം ഇന്നിപ്പോ ഒരു വിഷമില്ലാത്ത പാമ്പ് കണ്ടിട്ടില്ലേ, തോളിലും കഴുത്തിലേക്ക് ഇട്ടുണ്ടൊക്കെ ആളുകൾ നടക്കുന്നതാണ്. അതുപോലെ ഉപദ്രവകാരികളായിട്ടുള്ള അല്ലാത്ത ചെറിയ മൃഗങ്ങള്, പക്ഷികള്, ഇതിനെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു മിനി സൂ അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇതും നമ്മൾക്കും നമ്മുടെ ഫാമിലിക്കും എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. പിന്നെ ചന്ദനമരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു മോർണിംഗ് വൈബും നൈറ്റ് വൈബും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കും. ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. അവിടെ നമ്മൾ ഹോർസ് റൈഡ്, കുതിര സവാരി ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 പോണ്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫിഷിങ്, ബോട്ടിങ്, അതായത് ലൈവ് ഫിഷിങ്, നമ്മൾ ലൈവായിട്ട് ചൂണ്ടിട്ട് മീനെ പിടിക്കും, റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുക്കും, പാചകം ചെയ്ത് നമുക്ക് കഴിക്കാം. അങ്ങനെ ലൈവ് ഫിഷിങ്ങും അതോടൊപ്പം തന്നെ ബോട്ടിങ്, ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റുകൾ ചെയ്യുന്നു. അതോടൊപ്പം നേരത്തെ പറഞ്ഞു മെഡിറ്റേഷൻ ആൻഡ് യോഗ സെന്റർ, അതോടൊപ്പം ജിംനേഷ്യം, ആർട്ട് ഗാലറി, റെയിൻ ഡാൻസ് ഹോള്, നമ്മുടെ വണ്ടർലയിലൊക്കെ പോലെ തന്നെ മഴവെള്ളത്തിൽ ഡാൻസ് കളിക്കാവുന്ന റെയിൻ ഡാൻസ് ഹോള്, DJ ഹോള്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോമൺ അമ്യൂണിറ്റീസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി സ്വന്തമായിട്ട് നമ്മളൊരു റിസോർട്ട് തുടങ്ങിയാൽ ഇത്രയും കോമൺ അമ്യൂണിറ്റീസ് ഒക്കെ പണിയാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? എന്നാലാണ് എന്ത് വരുള്ളൂ, അവിടെ കസ്റ്റമറെ ആകർഷിക്കുള്ളൂ. ഒരു പൂന്തോട്ടമല്ല, നമ്മളുടെ വീട്ടിൽ കുറച്ച് ചിത്രശലഭത്തെ ആകർഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പൂന്തോട്ടം വേണം അല്ലേ? അപ്പൊ ഇതുപോലെയാണ് അവിടെ നല്ല ടൂറിസത്തെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇതുപോലുള്ള കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടൂറിസം പ്രൊജക്റ്റും അതിന് കോമൺ അമ്യൂണിറ്റീസുകളും നമുക്ക് വേണം. എന്നാലാണ് അത് ടൂറിസത്തിൽ ശ്രദ്ധ ആർജിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കോട്ടേജ് നെക്സ്റ്റ് ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോട്ടേജ് ഇത് സ്വന്തമായിട്ട് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ 95 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അതായത് 95 ലക്ഷം രൂപയ്ക്കാണ് ഒരു കോട്ടേജ് അവരുടെ പേരിലിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് സ്വന്തമായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്ത് വേണം, സ്ഥലം പോയി കാണണം, അവിടുത്തെ കോട്ടേജ് കാര്യങ്ങളൊക്കെ പണിതിരിക്കുന്നത് കാണണം, അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് അവർക്ക് ആധാരം ചെയ്ത് വാങ്ങാം. പക്ഷെ ഇത് എല്ലാവർക്കും 95 ലക്ഷം രൂപ വാങ്ങാൻ പറ്റില്ല. കുറെ പേര് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ 1 ലക്ഷം രൂപയുടെ ഗുണിതങ്ങൾ ഇട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു കോട്ടേജിന്റെ ആധാരത്തിൽ പാർട്ണറായിട്ട് വരാം. അതായത് ഈ ഒരു കോട്ടേജ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള 1, 2, 5, 10 എത്രയാണോ അവർക്ക് അത് ആധാരം ചെയ്യുമ്പോൾ ആധാരത്തിൽ പാർട്ണറായിട്ട് നമ്മുടെ ഫോട്ടോ, നമ്മുടെ തമ്പെല്ലാം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ആധാരത്തിൽ പാർട്ണറായിട്ട് നമുക്ക് വരാം. അപ്പോൾ
അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 20,000 രൂപ റൂം റെന്റ് കിട്ടുന്ന ഒരു കോട്ടേജ് ആണ്. 20,000 രൂപ റൂം റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം എത്രയും മാസമാണെങ്കിൽ, അതായത് ടൂറിസത്തിൽ നേരത്തെ ഞാൻ റിയാസ് സാറിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഇപ്പോ വയനാട് എന്ന് പറയുന്നത് ടൂറിസം പ്രൊജക്ടുകളിൽ ഏറ്റവും നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം വയനാട് ടൂറിസത്തെ പറ്റിയാണ്. ഇപ്പൊ ഏറ്റവും കുറഞ്ഞത് വീക്കെൻഡിൽ അവിടുത്തെ IT പ്രൊഫഷണലൊക്കെ വയനാടുക്കാണ് വരുന്നത്. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ശനി ഞായറൊക്കെ. അപ്പോൾ എങ്ങനെ നോക്കിയാലും അവിടെ വയനാട് എന്ന് പറയുന്നത് ലോക ടൂറിസം മാപ്പിൽ നമ്പർ 1 ആയി കുതിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയതായിട്ടുള്ള തുരങ്കപാത വന്നുകൊണ്ടിരിക്കുന്നു. നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ വയനാട്ടിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇന്നോവേറ്റീവ് ആണല്ലേ? ഇന്നോവേറ്റീവ് ആണോ? യെസ്. അപ്പോൾ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ടൂറിസം പ്രൊജക്റ്റിൽ ഒരു ദിവസം താമസിക്കാനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് 20,000 രൂപ. ഇപ്പൊ മുമ്പൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ 20,000 രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് വരാൻ പോകുന്നു കണ്ടോ, ഞങ്ങൾ 20,000 രൂപക്ക് ഒക്കെ ആക്കി തരാം എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ പറയുന്നത് 20,000 രൂപ പെർ ഡേ റൂം റെന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടേജുകളാണ് ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? 20,000 രൂപയ്ക്ക് ഫോറിനേഴ്സ് അല്ല ഇവിടെ വന്നേക്കുന്നത്. 20,000 രൂപക്ക് നോർത്ത് ഇന്ത്യൻസ് അല്ല ഇവിടെ വന്നേക്കുന്നത്. 20,000 രൂപക്ക് നമ്മളുടെ ഈ മലയാളീസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള മിഡിൽ ക്ലാസ്സുകാർ പോലും ബുക്ക് ചെയ്ത് താമസിച്ചു എന്നുള്ളത്, താമസിക്കാൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ താമസിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അതായത് അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്യാണ്. പക്ഷേ നമ്മൾക്ക് ഏകദേശം ഒരു 400ഓളം വരുന്ന മാർക്കറ്റിംഗ് ടീമുകളുണ്ട്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പവർ. 400ഓളം വരുന്ന ഫീൽഡിൽ മാർക്കറ്റ് ചെയ്യുന്ന ടീമുകൾ അവർ ഓൾറെഡി 20,000-ന് ഈ റൂം റെന്റ് ഇപ്പൊ വിറ്റുകൊണ്ടേയിരിക്കണം. അക്കോമഡേഷൻ പാസ് ആയിട്ട് അടിച്ചിറക്കി അഡ്വാൻസ് വിറ്റുകൊണ്ടേയിരിക്കണം. പാസ് അഡ്വാൻസ് അക്കോമഡേഷൻ പാസ് വിറ്റുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക്, താമസിക്കുന്ന ആളുകൾക്കെന്നല്ല, ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പാസ് ഓൾറെഡി അടിച്ചിറക്കി. ഇത് ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ആളുകൾ ഇതിന്റെ റീൽസ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇവിടെ താമസിക്കാനായിട്ട് എന്ത് ചെയ്യണം, എത്ര രൂപ കൊടുക്കണം, ഞങ്ങളുടെ ഫാമിലീസിന്റെ ഗെറ്റ് ടുഗദർ വെക്കാൻ പ്ലാൻ ഉണ്ട്, ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലെ കുറച്ച് പിള്ളേരുടെ ഗെറ്റ് ടുഗദർ വെക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളിലാണ് ഞങ്ങൾക്ക് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ വീഡിയോസുകളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് കസ്റ്റമറെ അങ്ങോട്ട് പോയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് വരുന്ന നല്ല ചുറുചുറുക്കുള്ള മാർക്കറ്റിംഗ് ടീമുകൾ 400ഓളം പേർക്ക് ഡെയിലി ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീൽഡിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 2,000ഓളം ബുക്കിങ്ങുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 2,000 കേട്ടോ, 200 അല്ല, 2,000 ബുക്കിംഗ് അഡ്വാൻസ്. അതായത് കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത മാർച്ച് ഏപ്രിൽ ഓപ്പണിംഗ് തീരുമാനിച്ചിട്ടുള്ള കോട്ടേജിൽ താമസിക്കാനുള്ള ബുക്കിംഗ് അഡ്വാൻസ് 2,000 വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചരിത്ര നേട്ടമാണ്. ഇതിവിടെ ഒരു മാരിയറ്റ് ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ടാവില്ല, ഇതിവിടെ ഒരു താജ് ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഏതെങ്കിലും റിസോർട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രവർത്തനം ഞാൻ രാജിവെക്കും. ഓക്കെ. അപ്പോൾ 2,000 ബുക്കിംഗ്, അതും ഒരു Airbnb ഓരോ ഓൺലൈൻ സൈറ്റിനെ കാത്തിരുന്നുകൊണ്ടല്ല, ഇവിടുത്തെ ഫീൽഡിലെ ഫിസിക്കലായിട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടെടുത്ത മാർക്കറ്റിംഗ് സിസ്റ്റം, അതിനുള്ള ട്രെയിനിങ് സപ്പോർട്ടും കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മാനേജ്മെന്റും കൂടിയുള്ള ഒരു കമ്പനി. അതാണ് നമ്മുടെ വിജയം. ഓക്കെ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡേ പോകുമെന്നല്ല, എങ്കിലും ഫുൾ ഡേ എന്നുള്ള കണക്ക് നോക്കാം. അതായത് നമ്മളിപ്പോ 95 ലക്ഷം രൂപയുടെ കോട്ടേജ് 30 ദിവസവും റൺ ചെയ്താൽ എന്ത് കിട്ടും? 6 ലക്ഷം രൂപ. അപ്പൊ 95 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ റിയൽ എസ്റ്റേറ്റിൽ ഒരു വീടോ ബിൽഡിങ്ങോ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസറ്റ് വാല്യൂ ഉള്ള, ഇപ്പം കൊടുത്താൽ 95 അല്ല 100 അല്ല 1 കോടി കിട്ടുമെന്ന് ഉറപ്പുള്ള കുറെ ബിൽഡിംഗ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് മാസം റെന്റിന് പോയാൽ എന്ത് കിട്ടും? 20,000, 30,000, കൂടി ഒന്ന് എറണാകുളമൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ 35,000 to 40,000. അപ്പൊ 1 കോടി രൂപ അസറ്റ് വാല്യൂ ഉള്ള, 1.5 കോടി രൂപ അസറ്റ് വാല്യൂ ഉള്ളതിന് കിട്ടുന്നതാണ് ഏകദേശം 40,000 രൂപ താഴെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ 95 ലക്ഷം രൂപ അസറ്റ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ വാങ്ങുന്ന ഈ ഒരു പ്രൊജക്ട് ഫുൾ ഡേ പോയാൽ 6 ലക്ഷം രൂപ, 5 ദിവസം പോയാലോ 5 ദിവസം പോയാലും 1 ലക്ഷം രൂപയോളം വരുമാനം ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റാ. നമ്മൾ ടൂറിസത്തിൽ മിനിമം കണക്ക് കൂട്ടുന്ന എങ്ങനെയാ? എല്ലാവരും ആവറേജ് ടൂറിസം മേഖല അറിയോ? ടൂറിസം മേഖലയിൽ ചില മാസങ്ങളിൽ ടൈറ്റ് ആവും, ഫുള്ള് പോവും, ചില മാസങ്ങളിൽ കുറവായിരിക്കും. ആവറേജ് ആണ് 10 മുതൽ 15 ദിവസമാണ് കണക്കാക്കുക. 10 മുതൽ 15 ദിവസം. അതെന്താണെന്നറിയോ?
അവരുടെ ഇഷ്ടത്തിന് അവരിഷ്ടപ്പെട്ട് വന്നാൽ കിട്ടുന്ന ബുക്കിംഗ്. ഞങ്ങളുടെ പ്രത്യേകത എന്താ? നമ്മുടെ പ്രത്യേകത എന്താ? നമ്മൾ അവിടെ കസ്റ്റമർ ചിന്തിക്കുന്നതിന് മുമ്പേ അവിടെ പോയിട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ക്ലോസിംഗ് രണ്ടും രണ്ടാ. ഓക്കെ, അപ്പോ ഈ ഒരു പ്രൊജക്റ്റിന്റെ പ്രത്യേകത, ഇപ്പൊ ഒരു 30 ദിവസം പോയാൽ 6 ലക്ഷം രൂപയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാസമോ 1-2 മാസമോ 30 ദിവസം പോവാം. പക്ഷെ 30 ദിവസം നോക്കണ്ട, 25 ദിവസം പോയാലോ 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പ്രൊജക്റ്റാ. ഇനി 20 ദിവസം പോയാൽ 4 ലക്ഷം രൂപ വരെ മാസം കിട്ടുന്ന ഒരു പ്രൊജക്റ്റാ. ഇനി ഒരു 15 ദിവസം പോയാലോ 3 ലക്ഷം രൂപ വരെ. അതായത് ആവറേജ് ഒരു 15 ദിവസം മാത്രം റെന്റിന് പോയാൽ ഒരു 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷെയറുകാരുടെ കാര്യത്തിലേക്ക് കിടക്കാം. കാരണം എല്ലാവരും ഫുൾ പേയ്മെന്റിൽ വാങ്ങാൻ പറ്റുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഷെയർ ഇട്ടുകൊണ്ട് വാങ്ങുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു മിനിമം ഇതിനകത്ത് തന്നെ അടക്കാം ഒരു 4 ലക്ഷം രൂപയാണ് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ആധാരത്തിൽ നമ്മൾ എന്തായി ലൈഫ് ലോങ് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ വരുമാനം കിട്ടുന്ന കേസല്ല ഇവിടെ പറഞ്ഞേ. ലൈഫ് ലോങ് നമ്മൾ ഇന്ന് ഒരു കാര്യം തീരുമാനമെടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു ലെഗസി എന്താണ്, പാരമ്പര്യം, നമ്മുടെ തലമുറ പോലും സേഫ് ആകുന്ന ഒരു പ്രൊജക്ട്. ഇന്ന് എടുക്കുന്ന ഒരു ശരിയായ തീരുമാനത്തിന് നമ്മുടെ തലമുറയെ പോലും സേഫ് ആകുന്ന, ഭദ്രമാക്കുന്ന ഒരു പ്രൊജക്ട്. 4 ലക്ഷം രൂപയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് 10 ഇടാം, 50 എത്ര വേണമെങ്കിലും ഇടാട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം, 4 ലക്ഷം ആണെങ്കിൽ ഫുൾ ഡേ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 25,260 ആണെങ്കിൽ ഒരു 15 ദിവസത്തെ കണക്കൊന്ന് നോക്കിയേ, 12,628 രൂപയോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട്. വീടൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ 12,000 രൂപ വാടക കിട്ടണമെങ്കിൽ ആ വീടിന്റെ അസറ്റ് വാല്യൂ എന്തായിരിക്കും? ചിന്തിച്ചാ ഒരു മാസം 12,000 രൂപ വാടക കിട്ടുന്ന വീട് കൊടുത്താൽ എന്ത് കിട്ടും? 40, 50, 60 ലക്ഷം രൂപ കിട്ടൂലേ? അപ്പൊ ഇത് ചിന്തിച്ചു നോക്കിയേ, ഒരു വീടിന് വേണ്ടിയിട്ട് പണം ചെലവാക്കണ്ട, ഒരു 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറയുന്ന 10,000 കിട്ടിയാ പോരെ? ലാഭമല്ലേ? ഇത് എപ്പോ കിട്ടും? എപ്പോ വരെ കിട്ടും? ലൈഫ് ലോങ് കിട്ടും. ഇത് അതേപോലെ ആയിരിക്കും ലൈഫ് ലോങ് കിട്ടുക? 10,000 തന്നെ ആയിരിക്കും എല്ലാ വർഷവും കിട്ടുക? ഉറപ്പ്? അങ്ങനെ ഉണ്ടോ? ഒന്ന് ചിന്തിച്ച്, സാമാന്യം ബോധമുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പം അറിയാൻ പറ്റും. കാരണം എന്താ, ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇത് ഈ റെന്റിന് ഇപ്പൊ പോകണമെങ്കിൽ 2-3 വർഷം കഴിയുമ്പോൾ റെന്റ് വ്യത്യാസം ഉണ്ടാവും. 5-10 വർഷം കഴിയുമ്പോൾ റെന്റ് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? 15 വർഷം കഴിഞ്ഞുള്ള റെന്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്താണ് ഗുണം? നമ്മുടെ പണത്തിന്റെ വാല്യൂ, മൂല്യം അവിടെ നമ്മൾ അറിയാതെ വർദ്ധിക്കുന്നുണ്ട്. ക്യാപിറ്റൽ സെയിം ആണോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ സെയിം ആയിരിക്കും, ക്യാപിറ്റൽ സേഫ് ആയിട്ടിരിക്കും, സെയിം ആയിരിക്കും, സേഫ് ആയിരിക്കും. സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ 5 ഇട്ടാൽ 10 കിട്ടുന്ന കേൾക്കുമ്പോ ആദ്യം നോക്കേണ്ടത് 10 അല്ല, 5 ഇല്ലേ, ആ സാധനം സേഫ് ആണോ? അത് നോക്കണ്ടേ? അത് നോക്കാതെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? പല ബിസിനസ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നില്ലേ? ക്യാപിറ്റലിന് സേഫ് എന്ന് പറയാൻ പറ്റുന്ന എത്ര ബിസിനസ് ഉണ്ട്? നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതെന്താണ്? ഇത് ലാൻഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ രജിസ്ട്രേഷൻ ചെയ്ത് അതിന്റെ കോപ്പിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോ ഇവിടെ ക്യാപിറ്റൽ സേഫ് ആയിട്ടിരിക്കും. ഭൂമിയുടെ വില മാറുമോ? ഇപ്പൊ ഒരു കാര്യം ചിന്തിച്ച്, 1 കോടി രൂപയുടെ കാറാണെന്ന് വിചാരിക്കാം, വാങ്ങി. ഓക്കെ, ഇതൊരു 10 വർഷം കഴിഞ്ഞാൽ കൊടുത്താൽ എന്ത് കിട്ടും? 50 കിട്ടുമോ? ഇല്ല, 15 കിട്ടായിരിക്കും, അല്ലെ? 15, 20 കിട്ടായിരിക്കും. പക്ഷെ 1 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റിൽ ഏതെങ്കിലും പ്രൊജക്റ്റ് ആണോ വാങ്ങണമെങ്കിലോ, വീടോ ബിൽഡിങ്ങോ, 10-15 വർഷം കഴിഞ്ഞാൽ ഇത് കുറയോ? ഇല്ല, അത് ചിലപ്പോൾ ഒരു 3 മടങ്ങോ 4 മടങ്ങോ വർദ്ധിച്ചിട്ടുണ്ടാവും. ഇതാണ് റിയൽ എസ്റ്റേറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ എന്താണ്? റിയൽ എസ്റ്റേറ്റിലെ നോർമൽ പ്രൊജക്റ്റ് അല്ല, റിയൽ എസ്റ്റേറ്റിലെ ടൂറിസം പ്രൊജക്റ്റ് ആണ്. ടൂറിസം പ്രൊജക്റ്റിനാണ് വാല്യൂ കൂടുതൽ. നോർമൽ വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നതും റിസോർട്ട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നതും രണ്ടും രണ്ടാ. അപ്പൊ റിയൽ എസ്റ്റേറ്റിലെ ടൂറിസം പ്രൊജക്റ്റിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇവിടുന്ന് എന്തെല്ലാം ഇൻകം ഉണ്ടെന്ന് അറിയാമോ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇനി 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കാം. 1 ലക്ഷം ഒന്നുമില്ല എൻ്റെ കയ്യിൽ, കൂടുതലായിട്ടൊന്നും ഇടാനൊന്നുമില്ല. പക്ഷെ കേട്ടപ്പോൾ നല്ലതാണ്. കാരണം സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തിനാന്ന് കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ സമ്പത്ത് കാലത്ത് തൈബത്ത് മാറ്റി വെക്കാൻ വേണ്ടേ? അതിന് നല്ലൊരു പ്രൊജക്റ്റ് വേണ്ടേ? ഇതിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും പലതിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പേടി. അതായത് പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ പറ്റി, പണ്ട് മറ്റേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ, എന്റെ ഫാദർ അങ്ങനെയായിരുന്നല്ലോ, എന്റെ മദർ ഇങ്ങനെയായിരുന്നല്ലോ, എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുള്ളൂ, എനിക്ക് കടന്നു ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത. ആങ്കറിംഗ് ട്രാപ്പ് എന്ന് പറയും. കപ്പലിനെ നങ്കൂരം ഇട്ട് വെക്കുന്ന പോലെ, ആങ്കർ ചെയ്തിരുന്ന പോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പേടി കാരണം കൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കാൻ പേടിയാ. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടുള്ളൂ. ഉറപ്പല്ലേ?
ഒന്നും ചെയ്യാതെ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാലോ? ഇല്ലേ? പണ്ട് നമ്മൾ ഉറക്കത്തിൽ മറ്റേ കുട്ടിയായിരുന്നപ്പോ ഇല്ലേ ഇഴഞ്ഞു നടന്നിട്ടില്ലേ, മുട്ടിന് എണീറ്റ് നിൽക്കാൻ നോക്കിയിട്ടില്ലേ, അപ്പൊ വീണിട്ടില്ലേ? ഒരു സ്റ്റെപ്പ് വെക്കുമ്പോ ആ വീണെന്നും പറഞ്ഞ് പേടിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് വെച്ചില്ലെങ്കിലോ? ഇന്ന് നടക്കൂരുന്ന, ഇന്നിങ്ങനെ ഓടുവരുന്ന? ഇല്ല. അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പേടിയാണ് നമുക്കൊരു പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ പോലും ചെയ്യാൻ പറ്റാത്തത് എന്ന് വിചാരിച്ച് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 3-4 വട്ടം ആലോചിക്കുകയും പഠിക്കുകയും വേണം. അതായത് ഇതിൽ നിന്ന് എനിക്ക് എന്ത് നേടാൻ പറ്റും, ഇതിൽ എനിക്ക് എന്ത് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ഇട്ടാൽ 10 കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ആ 10 എല്ലാം നോക്കേണ്ടത് എന്താണ് നോക്കേണ്ടത്? ആ 5 സേഫ് ആണെന്നുള്ളത്. ഇവിടെ എങ്ങനെയാ? ഇവിടെ ഇട്ടാൽ എങ്ങനെയാ? ഇവിടെ നമ്മൾ എന്താണ് ക്യാപിറ്റലിനെ ആധാരം ചെയ്ത് നമ്മളുടെ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റുകൾ ഉണ്ട്. 5 വർഷം കഴിഞ്ഞാലും വില കൂടുള്ളൂ, കുറയില്ല. 10 വർഷം കഴിഞ്ഞാലും വാല്യൂ കൂടുള്ളൂ, കുറയില്ല. പിന്നെന്താണ്? മാസം മാസം എന്താ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ടൂറിസമാണ്. അവിടെ ആളുകൾ വരും. നമ്മൾ വന്നില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും എന്തുണ്ട്? റിസോർട്ടാണ് പ്രവർത്തിപ്പിച്ച് ഞങ്ങൾക്ക് പറ്റുള്ളൂ. കാരണം കമ്പനിക്ക് ഇതിന്റെ നടത്തിപ്പിന്റെ 20% ഉണ്ട്. അപ്പൊ ആ 20% കിട്ടണമെങ്കിൽ ഇത് അറിഞ്ഞിരുന്നാൽ പോരാ, എന്ത് വേണം? ഇത് റൺ ചെയ്യണം. അപ്പൊ ഇത് റൺ ചെയ്യണമെങ്കിൽ കമ്പനി നടത്തും, ഞങ്ങൾക്കും വരുമാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇത് നടത്തണം. ഓക്കെ. അപ്പോ ഇവിടെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഫുൾ ഡേ പോയി കഴിഞ്ഞാൽ 6000 രൂപകളാണെങ്കിൽ ഒരു 15 ദിവസം പോയാലും ഏകദേശം ഒരു 3000 രൂപകളൊക്കെ മാസം കിട്ടുന്നു. ഒരു 2500 പ്രതീക്ഷിക്കും. 2500 വെച്ച് മാസം മാസം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? ചില ആളുകൾ, എല്ലാവരും ഒന്നും ബാങ്കിൽ ഇടാറില്ല, കാരണം പലിശ എല്ലാവർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ പലിശ ആറാമാണെന്ന് പറയും. എന്നാലും ബാങ്കിൽ ഫിക്സഡ് ഇടുന്ന ആളുകളില്ലേ? 600 രൂപ വെച്ചല്ലേ ഇട്ടുള്ളൂ പെർ ലാക്കിന് ഏകദേശം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോ ഇവിടെ എന്താണ്? അവിടെ എത്ര വർഷത്തേക്ക് കിട്ടുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ലൈഫ് ലോങ് കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് റിയൽ എസ്റ്റേറ്റിന്റെ പ്രത്യേകത. ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഇവിടുത്തെ 3 ഇൻകം എന്തൊക്കെയാ? ഒന്ന് റെന്റൽ ഇൻകം, അതായത് നമ്മുടെ ഈ ഒരു കോട്ടേജ് റെന്റിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. രണ്ടാമതായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ഇൻകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി നമ്മൾ ഇന്ന് വാങ്ങി നാളെ മറിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻകം അല്ലെ? എന്തായാലും വില കൂടും. ഒരു 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ലാൻഡ് അപ്രിസിയേഷൻ? 15 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും? അപ്പോ രണ്ടാമത്തെ ഇൻകം റിയൽ എസ്റ്റേറ്റ് ഇൻകം. മൂന്നാമതൊരു ഇൻകം ഉണ്ട്, എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം. എന്താണത്? അതിന്റെ താഴെ അല്ല, അതിന്റെ കൂടെ എന്തുണ്ട്? 16 സാൻഡൽവുഡ് ഉണ്ട്. 16 സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിന് വിലയില്ലാത്ത മരമൊന്നുമല്ല. വില കിട്ടുമോ? ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം കൂടി കണ്ടു ഗവർണർ എന്ത് ബില്ല് പാസ്സാക്കിയെന്ന് പറഞ്ഞേ? ഗവർണർ ബില്ല് പാസ്സാക്കിയത് എന്താ കണ്ടത്? സ്വന്തം പ്രോപ്പർട്ടിയിലെ ചന്ദനത്തെ മുറിച്ച് വിൽക്കാൻ ലാൻഡ് ഓണർക്ക് അവകാശം എന്നുള്ള പുതിയൊരു ബില്ല്. അതായത് ഇത്രയും വർഷങ്ങളായിട്ട് സാൻഡൽവുഡിന്റെ റൂൾസ് വന്നിട്ട് ഒരു നിയമവും റിവേഴ്സ് പോയിട്ടില്ല. എല്ലാം ഫാർമേഴ്സ് അനുകൂലമായി ഓപ്പണായി ഇപ്പൊ നമ്മൾക്ക് തന്നെ മുറിക്കാമെന്നുള്ള രീതിയിലുള്ള ബില്ല് വന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിവോട് കൂടിയിട്ടായിരിക്കണം. വിൽപ്പന ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുക്കരുത്, അകത്ത് പോകും. അത് ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ കൊടുക്കണം. കാരണം വിൽപ്പന നടത്തേണ്ടത് ഫോറസ്റ്റാ. എന്ന് വെച്ചാൽ ഇത് ആവശ്യക്കാരെ കണ്ടെത്തി നമുക്ക് വേണ്ടി വിറ്റ് തരുന്ന ആളാരാ? ഫോറസ്റ്റുകാരാ, ഗവൺമെന്റാ. നമ്മൾ വിൽക്കാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് മാർക്കറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്ത്യൻ ചന്ദനം വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കള്ളക്കടത്ത് മുതലായിട്ടല്ല, അതുകൊണ്ടല്ല. അത് ഇന്ത്യയിൽ തന്നെ 2000 ടൺ ചന്ദനം ഒരു വർഷം ആവശ്യമുണ്ട്. 98 ടണ്ണേ നിലവിൽ ഇന്ത്യയിൽ ഒരു വർഷം ലഭിക്കുന്നുള്ളൂ. അപ്പൊ 2000 ടൺ ആവശ്യമുള്ള പല കമ്പനികൾ ഇവിടെ ദാഹിക്കുമ്പോൾ ഇതുകൊണ്ട് പുറത്തുകൊണ്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ആ നിയമത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ എക്സ്പോർട്ടിങ് ബാൻ ചെയ്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ലേലം കഴിഞ്ഞതിന് ശേഷം ആർക്കാണോ അത് ലേലത്തിൽ കൊടുക്കാൻ സാധിക്കുന്ന ആവശ്യക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൃത്യമായി ലേലം കൊടുത്തതിന് ശേഷം ലേലത്തുകയുടെ 100% ലാൻഡ് ഓണർക്കാണ്. പക്ഷെ 5% കട്ട് ചെയ്യും. 5%മേ കട്ടിയുള്ളൂ. പണ്ട് 30% കട്ട് ചെയ്യുന്നു. ഇന്നിപ്പോ 5%മേ കട്ടിയുള്ളൂ. അപ്പോ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ഇന്നിപ്പോൾ ഒരു മരത്തിന് ആവറേജ് 8 ലക്ഷം രൂപ വരെയൊക്കെ ലേലത്തുക പോകുന്നുണ്ട്. ഒറ്റ മരത്തിന് 8 ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും ഇതിന് എത്രയോ മടങ്ങ് വില വർദ്ധിക്കും. ഏകദേശം ഒരു 7 മടങ്ങൊക്കെ വില വർദ്ധിക്കും എന്നാണ് കഴിഞ്ഞ 15 വർഷത്തെ കണക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുക. കഴിഞ്ഞ 15 വർഷത്തെ വില 3000 രൂപയായിരുന്നു ഒരു കിലോ സാൻഡൽവുഡിന്. ഇപ്പൊ ഏകദേശം 22,000 23,000 എത്തി. എത്രയോ മടങ്ങ് കൂടി. അപ്പൊ അടുത്ത 15 വർഷം കൊണ്ടും ഈ ഗ്യാപ്പ്, മാർക്കറ്റിലെ ഗ്യാപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കുക. ഇതിപ്പോൾ കൃഷിയുടെ എത്രയോ മടങ്ങ് കൃഷി വന്നാലാണ് അതിലേക്ക് എത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ
നമ്മൾ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ കിട്ടിയൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടു. എന്താണ്? സാൻഡൽവുഡ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. മനസ്സിലായോ? അതായത് കേരളത്തിൽ ഓൾറെഡി പ്രൊമോഷൻ തുടങ്ങി, പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അതിനു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാനും കൂടി പോവാ. അപ്പൊ ഏറ്റവും ഗുണം കിട്ടുന്ന ആർക്കാന്നറിയാമോ? കേരളത്തിനാ. എന്തുകൊണ്ടാ? ഇന്ത്യൻ സാൻഡൽവുഡിനാണ് വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും നല്ല മണ്ണും നല്ല കാലാവസ്ഥയും കേരളമാണ്. കേരളത്തില് സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്ററിന് ഉയരമുള്ള സ്ഥലങ്ങളാണ്. 700 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടല്ല, ഉയർന്ന പ്രദേശം. അതായത് ഇടുക്കി, വയനാട്, പത്തനംതിട്ട പോലുള്ള 3 ജില്ലകൾ. ആ 3 ജില്ലകളിൽ ഇടുക്കിയും വയനാടും, അതായത് മറയൂരും വയനാടും ഒരേ ക്ലൈമറ്റാ, ഒരേ കാലാവസ്ഥയാ. അപ്പോ ആ മറയൂര് വളരുന്നത് പോലെ തന്നെ ചന്ദനത്തിനെ സ്വാഭാവികമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് വയനാട്. ഈ വയനാട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 വർഷമായിട്ട് ചന്ദനത്തിന്റെ പ്ലാന്റേഷൻസ് ആരംഭിച്ചു. വെറും 2 വർഷത്തിനടുക്കായിട്ടുള്ളൂ, ഏകദേശം 1 വർഷവും 9 മാസവും ആയപ്പോ തന്നെ ഒരു ചന്ദനമരം എന്റെ കൈയെത്തിച്ചാൽ തൊടാൻ പറ്റാത്ത ലെവലിലേക്ക് ഏകദേശം 8 അടി 9 അടി ഹൈറ്റിലേക്ക് വളർന്ന് 20 സെന്റിമീറ്ററോളം ചുറ്റളവിലേക്ക് ആയിട്ടുണ്ട്. അതായത് അത്രയും വളർച്ചാ നിരക്കിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അതും ഹോസ്റ്റ് പ്ലാന്റ് വെച്ചു കൊടുത്ത് ഹോസ്റ്റ് പ്ലാന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഫാസ്റ്റ് ആയിട്ട് വളർന്ന ചന്ദനം. 50 സെന്റിമീറ്റർ മതി ഇതിനെ മുറിക്കാൻ. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട് ബെനിഫിറ്റ്? റെന്റൽ ഇൻകം ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻകം ഉണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അതായത് 3 തരത്തിൽ ഇവിടെ വരുമാനം ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള പ്രൊജക്ട്. ഇനി 15 വർഷം കഴിഞ്ഞാലോ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവിടെ കമ്പനി തരുന്നുണ്ട്. യെസ്, 50 സെന്റിമീറ്റർ ചുറ്റളവായാലും മുറിക്കാം. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഇനി കഴിഞ്ഞില്ല കേട്ടോ, ഇനി ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ ഇതിന്റെ ഡിമാൻഡ് മാറും. ഫോറിനേഴ്സ് വരാൻ കുറച്ചും കൂടി സമയം കാത്തിരുന്നാൽ മതി. കോമൺ അമ്യൂണിറ്റീസിന്റെ വർക്ക് കംപ്ലീറ്റ് ആയാലേ നമുക്ക് ഫോറിനേഴ്സിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുള്ളൂ. ഫോറിനേഴ്സിലേക്ക് എത്തിച്ചാൽ നമുക്കറിയാം, ഈ ഗുഹ ടൈപ്പിലുള്ള കോട്ടേജുകളിലൊക്കെ താമസിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഇൻവൈറ്റ് ചെയ്യേണ്ട അവരെ കൊണ്ടുവരാൻ, അല്ലേ? അവര് കണ്ടറിഞ്ഞു വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു എൻക്വയറി വന്നത്, ഈ ഒരു കോട്ടേജ് പഞ്ചമഹാഭൂതാസിനെ ഉൾപ്പെടുത്തിയിട്ട് പണിതാണോ എന്നോട് ചോദിച്ചതാ. ഞങ്ങൾ ഓൾറെഡി പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, പഞ്ചമഹാഭൂതം. പഞ്ചമഹാഭൂതം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി. ഇത്രയും കാര്യങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അസുഖങ്ങളെ പ്രതിരോധിക്കാനൊക്കെ വേണ്ടിയിട്ട് പഞ്ചമഹാഭൂതാസ്. ഇതിനെ ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കോട്ടേജിന്റെ നിർമ്മിതി. അതുകൊണ്ട് തന്നെ അവർക്ക് യോഗ, ഹീലിംഗ്, മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഫോറിനേഴ്സിന്റെ ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് കഴിയുമ്പോൾ അവർ വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ കോട്ടേജ് ഞങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസത്തേക്കൊക്കെ ഫോറിനേഴ്സിനെ കൊണ്ടുവന്നവിടെ താമസിക്കാം. മനസ്സിലായോ? എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്കൊരു ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു നിൽക്കുന്ന പ്രദേശത്തിന്റെ ആംബിയൻസും കൂടി അനുസരിച്ചിട്ടാണ് അത് കൃത്യമായിട്ട് അവരിലേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് അത് അവർ സാറ്റിസ്ഫൈഡ് ആകില്ല. അപ്പോ ഇത് കണ്ടപ്പോൾ അവർക്ക് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സാണ്. അതായത് അത് ചെയ്യിക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ ബ്രെയിൻ ടു ബ്രെയിൻ നമ്മളുടെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളതാണ്, നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളതാണ്. അതായത് ഇവിടെ ആ ഒരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ട്. അതെ, ഞാൻ തിരക്കിയ സ്ഥലം ഇത് തന്നെയാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തു. ഞാൻ അവരെ കഴിഞ്ഞ ദിവസം MD ആയിട്ട് ഇരുത്തി സംസാരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പ് കഴിയുമ്പോൾ അവരൊന്നും കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാണാത്ത കുറെ ആളുകൾ ഇതിനെ നോക്കി കാണുന്നുണ്ട്. അതായത് കുറെ ഫോറിനേഴ്സിനെ കൂടിയിട്ട് ഇവിടെ അട്രാക്ട് ചെയ്തുകൊണ്ട് ഇതിന് റേറ്റ് അപ്പ് ഇതൊന്നുമല്ല കേട്ടോ, 20,000 എന്നുള്ളത് 30,000 40,000 ഒക്കെ ആയിട്ട് മാറും. അപ്പൊ നേരത്തെ പറഞ്ഞ 6 ലക്ഷം എന്നുള്ളത് 10-12 ലക്ഷമൊക്കെ ആയിട്ട് മാറും. പക്ഷെ എല്ലാവർക്കും അതിന് എന്ത് ചെയ്യില്ല, ഗുണങ്ങൾ കിട്ടില്ല. ആർക്കേ കിട്ടുള്ളൂ? അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കേ തന്നെ കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് നോക്കിയിരിക്കാൻ തന്നെ പറ്റുള്ളൂ. അല്ലാതെ അത് ഓൾറെഡി 90 കോട്ടേജ് ഉള്ളൂ ഇപ്പൊ നിലവിൽ. പക്ഷെ 90 കോട്ടേജിൽ വേറെയും ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത ഞാൻ പറയാം. 90 കോട്ടേജിൽ 88 സെയിലായി. ഒരു കൈ അടിക്കാമോ? 90 കോട്ടേജിൽ 88 സെയിലായി. 2 വിൽക്കാനുള്ളൂ. അതിനാ വന്നേ, 2 വിൽക്കാനുള്ളൂ. അപ്പോ ആ 2 കോട്ടേജ് എന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട, നമ്മളൊരു 3 ഏക്കർ കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഡിമാൻഡ് മനസ്സിലാക്കിയപ്പോ ഇനിയൊരു 19 എണ്ണത്തിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. അപ്പോ ഒരു 3 ഏക്കർ കൂടി എടുത്തു. ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 95 കിട്ടുമെന്ന് ആരും വിചാരിക്കാൻ വേണ്ട. അത് തോന്നിട്ട് ഇത് പ്രൊജക്ട് വിജയിച്ചു ഇല്ലേ?
ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കല്ലിട്ട പ്രൊജക്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ കല്ലിട്ട പ്രൊജക്റ്റ് ഇന്ന് ഒരു വർഷം ആയപ്പോഴേക്കും 88 വിറ്റ് തീർക്കാനും പറ്റി. അഡ്വാൻസ് ആയിട്ടുള്ള ബുക്കിംഗ് 2000 എടുക്കാനും പറ്റി. നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഇന്ന് ഈ ഹോട്ടലിൽ വന്നപ്പോൾ ഇവിടുത്തെ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ കോട്ടേജ് കണ്ടപ്പോൾ ഇത് ഞാൻ ആ റീലിൽ കാണാറുണ്ട് ആ MDനെ. എന്താണെന്നറിയോ, ഇത് ട്രെൻഡ് ആളുകളിലേക്ക് എത്തി. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തി. ഒരുപാട് സെലിബ്രിറ്റീസുകളൊക്കെ ഇതിനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ടത് അറിയാലോ, ആ കുട്ടി ഏതാണ്? മാളൂട്ടി അല്ലേ? യൂട്യൂബിലൂടെ തരംഗമായി മാറിയ, ഇന്നിപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് മാളൂട്ടി. അവരെല്ലാവരും വന്ന് താമസിച്ചു പോയതാണ് ഇത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആ കോട്ടേജ് ഇന്നിപ്പോ ഒന്നാമത്തെ കോട്ടേജ് കഴിഞ്ഞ ഓഗസ്റ്റ് 17 സരയു ഇനോഗ്രേറ്റ് ചെയ്തു. അതായത് ഫുൾ വർക്ക് കഴിഞ്ഞു, അത് ഓപ്പൺ ചെയ്തു. അതിന്റെ ഓണേഴ്സിൽ അതിലൊരാളാണ് രാധാകൃഷ്ണൻ മാഷ്, റിട്ടയർഡ് ഹെഡ് മാഷാണ്. അദ്ദേഹത്തിന്റെയും കൂടി പാർട്ട്ണർഷിപ്പിലുള്ള ഒരു കോട്ടേജ് ആണ്. അപ്പൊ അത് ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കോട്ടേജ് അൻസിബ ഹസൻ ഇനോഗ്രേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഓക്കെ അൻസിബ ഹസൻ ഇനോഗ്രേറ്റ് ചെയ്തു. ഇതെല്ലാം പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അതിന്റെ മാതൃഭൂമി, മാധ്യമം, കേരളകൗമുദി, ദീപിക ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ഇതുപോലെ ഏകദേശം ഒരു 5ഓളം കോട്ടേജുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ദെൻ ഇനി ഒരു 10 കോട്ടേജ് നമ്മൾ ഒന്നിച്ച് ഓപ്പൺ ചെയ്യാൻ പോകും. അങ്ങനെ 15 കോട്ടേജുകൾ ഓൾറെഡി വർക്ക് കഴിഞ്ഞായിരുന്നു കൊണ്ട് ഈ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ പാസ് ഇല്ലേ, 2 മാസമായിട്ട് ഇതിന്റെ ഫണ്ട് കയ്യിലിരിക്കുക. ആരുടെ? കമ്പനിയുടെ. അപ്പോ ഈ 15 കോട്ടേജിന്റെ വർക്കൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരു തോന്നലൊന്നുമില്ലേ, ഞങ്ങളുടെ കോട്ടേജ് കാണിച്ചിട്ടാ വിറ്റത്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയോ, കഴിഞ്ഞ 5-ാം തീയതി എല്ലാവർക്കും അഡ്വാൻസ് പേയ്മെന്റ് അങ്ങോട്ട് വിതരണം ചെയ്തു. അതായത് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ആദ്യം വാങ്ങിയ 15 കോട്ടേജിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഏകദേശം ആളുകൾക്ക്, ഏകദേശം 1000-ന് അടുക്ക പിടിച്ച ആളുകൾക്ക് അവരുടെ റെന്റൽ ഇൻകം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിന്. അപ്പൊ അതും നടത്തി കൊടുത്ത ഒരു മാനേജ്മെന്റ് ആണ്. അതായത് മാർച്ചിൽ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്, മാർച്ച് ഏപ്രിൽ എന്നാണ് പറഞ്ഞത് ഓപ്പൺ ചെയ്യുന്നത്, പക്ഷെ ഫെബ്രുവരിയിൽ കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഹൈലൈറ്റ്. അപ്പൊ ഈ 5-ാം തീയതി കൊടുത്തു, കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ MD ആണ് നിഷാദ് അബൂബക്കർ, ഡോക്ടർ നിഷാദ് അബൂബക്കർ. അദ്ദേഹത്തിന്റെ ബ്രദറാണ് നിസാർ അബൂബക്കർ. വാസവൻ സാറിന്റെ കയ്യിൽ നിന്നും നമുക്കൊരു പ്രൊജക്ടിനുള്ള അവാർഡ് കിട്ടുന്നതാണ്. ഇത് കൃഷിമന്ത്രി പ്രസാദ് സാറിന്റെ കയ്യിൽ നിന്നും നമുക്കൊരു ഇന്നോവേറ്റീവ് കൃഷിക്കുള്ള ഒരു അവാർഡ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് 26 വർഷമായിട്ട് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ആയിട്ട് അടിച്ചടിച്ച് നിൽക്കുന്ന, പല വിവിധ പ്രൊജക്ടുകളൊക്കെ ചെയ്ത് മിന്നിച്ച് നിൽക്കുന്ന മാനേജ്മെന്റിന്റെ ഡെഡിക്കേഷനുള്ള ഒരു അവാർഡാണ് ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ലോകനാഥ് ബെഹ്റയുടെ കയ്യിൽ നിന്ന് ബിസിനസ് എക്സലൻസ് അവാർഡ് നമുക്ക് വാങ്ങാൻ സാധിച്ചു. കോഴിക്കോട് വെച്ചിട്ട് ദീപിക പത്രത്തിന്റെ 139ാമത്തിന്റെ വാർഷികം പ്രമാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല കർഷകനുള്ള ഒരു അവാർഡ് ചന്ദന കൃഷി ചെയ്തപ്പോ കിട്ടിയ ഒരു അവാർഡാണ് ഇത്. നമ്മുടെ KTDC ചെയർമാൻ ശശി സാറ് നമ്മുടെ കോട്ടേജിന്റെ കല്ലിടൽ ചടങ്ങ് നടത്തുന്നതിന്റെ ചിത്രമാണ്. നെക്സ്റ്റ് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട് ദുബായിലേക്ക് എത്തിച്ചപ്പോൾ കൈരളി ചാനലിന്റെ 2025 ബെസ്റ്റ് ഇന്നോവേറ്റീവ് ടൂറിസം പ്രൊജക്ടിനുള്ള ഒരു അവാർഡ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് വിവിധ MPമാരുടെ കയ്യിൽ നിന്നുള്ള അവാർഡ് MDക്കും ചെയർമാനും കിട്ടി. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന്റെ കയ്യിൽ നിന്ന് ഏറ്റവും നല്ല ഇന്നോവേറ്റീവ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ടൂറിസം പ്രൊജക്ടിന് നമുക്കൊരു അവാർഡ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് അമ്മയുടെ ഒരു അവാർഡ് നമുക്ക് കിട്ടി. ഇതാണ് മാധ്യമം. അതിനുശേഷം നമുക്കൊരു അവാർഡ് തന്നു വനം വകുപ്പ് മന്ത്രി, അതായത് ചന്ദനാര്യ വനം വകുപ്പ് മന്ത്രിയുടെയാണ്. അങ്ങനെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്ന് മാധ്യമം തന്നെ നമ്മൾ വിളിച്ച് നമുക്കൊരു ഇന്നോവേറ്റീവ് ടൂറിസത്തിനുള്ള അവാർഡ് തന്നു. അതിനുശേഷം ഗണേഷ് കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു അവാർഡ് കിട്ടി. നെക്സ്റ്റ് MP രാജേഷ് സാറിന്റെ കയ്യിൽ നിന്ന് പാലക്കാട് വെച്ചിട്ട് നമുക്കൊരു അവാർഡ് കിട്ടി. വീണ ജോർജിന്റെ കയ്യിൽ നിന്ന് പത്തനംതിട്ടയിൽ വെച്ചൊരു അവാർഡ് കിട്ടി. നെക്സ്റ്റ് കൽപ്പറ്റ MLA കയ്യിൽ നിന്ന് മാതൃഭൂമി പത്രം ഒരുക്കിയ ഒരു റിയൽ എസ്റ്റേറ്റ് ആൻഡ് ടൂറിസം പ്രൊജക്ടിനുള്ള അവാർഡ് നമുക്ക് കിട്ടി. ശേഷം നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് കൈരളി ചാനലിന്റെ അടുത്ത 2026 ഒരു ബിസിനസ് ഇന്നോവേറ്റീവ് എക്സലൻസ് അവാർഡ് ജസ്പേർ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിന്റെ കൈകളിൽ നിന്നും മമ്മൂട്ടി സാറിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് നേടാൻ സാധിച്ചു. ഓക്കെ, ഇനി ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ ചാനലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ നിയമസഭയിൽ വെച്ചിട്ട് നമ്മുടെ സ്പീക്കർ ഷംസീർ സാറിന്റെ കയ്യിൽ നിന്നാണ് ആ ഒരു അവാർഡ് നമ്മൾ കൈപ്പറ്റിയത്. അങ്ങനെ വിവിധ തരത്തിലുള്ള അവാർഡുകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ജസ്പേർ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഒരുപാട് ആളുകൾക്ക് ജോലി പോലും കൊടുത്തുകൊണ്ട്, തൊഴിൽ പോലും കൊടുത്തുകൊണ്ട്, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് അവർക്ക് ഒരു അക്കൗണ്ടിലേക്ക് അവരുടെ ഒരു വരുമാനത്തെ ഭദ്രത ഉറപ്പാക്കിക്കൊണ്ട് 28,000 പേരെ അക്കമിട്ട്
കോടീശ്വരന്മാരാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു പദ്ധതി. ആ ഒരു 28,000 പേരിലേക്ക് എന്തൊക്കെ പറഞ്ഞാലും കമ്പനി എത്തിയിരിക്കും. അതിൽ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവോ എന്നുള്ളതാണ് നമ്മുടെയും ചോദ്യം. അപ്പൊ ആ ഒരു പ്രൊജക്ട് കഴിയുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല. ഇനി ഒരു പ്രൊജക്ട് കൂടി പറയാനുണ്ട്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, വയനാട് പുൽപ്പള്ളിയിൽ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഒരു ഫാം ടൂറിസം. ഏകദേശം 60ഓളം കോട്ടേജുകൾ ഉണ്ട് അവിടെ. ഇതുപോലത്തെ മഡ് പാക്കഡ് കോട്ടേജ് അല്ല, അതൊരു എയർ ഫ്രെയിം കോട്ടേജുകളാണ്. അതോടൊപ്പം തന്നെ അവിടെ വിവിധ തരത്തിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും, അതോടൊപ്പം തന്നെ കോഴി, ഏകദേശം 1 ലക്ഷത്തോളം കോഴി. അപ്പോൾ കോഴി മുട്ടയിൽ നിന്നുള്ള വരുമാനം, കോഴിയിൽ നിന്നുള്ള വരുമാനവും, പിന്നെ പശു പാലുണ്ട്. അപ്പൊ പാലിനെ നമ്മൾ മിൽക്കായിട്ട് തന്നെയല്ല കൊടുക്കുക, പാൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് പാൽ ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ കൊടുക്കുന്നു. ഏകദേശം വിവിധ തരത്തിലുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോൾ തന്നെ അത് മന്ത്ലി നമുക്ക് അതിലൂടെ ഒരു റവന്യൂ നമ്മൾ അതിലൂടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2000ഓളം സാൻഡൽവുഡ് ട്രീസും അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ സാറ് നേരത്തെ ചെയർമാന്റെ ഒരു സംസാരത്തിൽ നമ്മൾ കണ്ടു, കുങ്കുമപ്പൂവടക്കം നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫിഷ് ഫാമിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൃഷിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പുതിയൊരു പ്രൊജക്ട് കൂടിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിന്റെ കല്ലിടൽ ചടങ്ങായിരുന്നു. ഈ ഒരു കോട്ടേജിന്റെ ഉണ്ടല്ലോ, ഇപ്പൊ 95 ലക്ഷം രൂപ എന്ന് ഞാൻ ഇവിടെ ഘോരഘോരം പറഞ്ഞില്ലേ. ഈ കോട്ടേജ് ആദ്യം വാങ്ങിയ ആളുകൾക്ക് വെറും 45 ലക്ഷം രൂപക്ക് ലഭിച്ച കോട്ടേജാണ്. ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, അതല്ല പോയാ നിഷാ മേഡത്തിന്റെ ദുബായിൽ അഫ്സല്. ഞാൻ ദുബായിൽ മമ്മൂട്ടി ചെയ്യുന്ന അവാർഡ് വാങ്ങുന്ന സമയത്ത് ഞാൻ ദുബായിൽ സാറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് അന്ന് ഈ അഫ്സൽ സാറ് കല്ലിടൽ ചടങ്ങിന് അവിടെ വന്നതാ. ഏത് KTDC ചെയർമാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ KTDC ചെയർമാൻ കല്ലിടുന്ന സമയത്ത് ഒന്ന് കാണാൻ വന്നതാ. ഇങ്ങനെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പൊ ആ പ്രൊജക്റ്റ് ഒന്ന് കാണാൻ പറഞ്ഞപ്പോൾ ആള് വന്ന് കേട്ടു. ആളിങ്ങനെ 20 ലക്ഷം രൂപ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുകയാണ്. തരണോ വേണ്ടയോ എന്നും പറഞ്ഞുകൊണ്ട് ആളെ നിർത്തിക്കൊണ്ട് പറയാനാണ് പോയത്. പക്ഷെ ആള് പുറത്തേക്ക് പോയി. അപ്പൊ 20 ലക്ഷം രൂപ തരണോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാലെ ആള് പിന്നെ ഇതൊരു കോട്ടേജിന്റെ വർക്കൊക്കെ കഴിഞ്ഞൊന്ന് കാണട്ടെ, 45 ലക്ഷം. അപ്പൊ ഞാൻ ദുബായിലേക്ക് ചെന്നു. ഇവിടെ വെച്ച് കണ്ട ആള് പോയി. ദുബായിലേക്ക് എന്നപ്പോ നിഷാ മേഡമാണ് ആളെ കൊണ്ടുവന്നത്. നിഷാ മേഡവും പുറത്തുപോയി, രണ്ടുപേരും കൂടി പുറത്തുപോയി സംസാരിക്കും. ഓക്കെ, അപ്പൊ നിഷാ മേഡവും ആളും കൂടി സംസാരിച്ച് അവസാനം 45 ലക്ഷം രൂപ ആൾ ഓക്കെയാണ്. ആളുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. ആൾക്ക് ദുബായിലൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി കൂടിയിട്ടാണ്. ദുബായിലൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, അതൊരെണ്ണം ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഫണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ദുബായി ചെന്നു. ദുബായിൽ വെച്ച് ഇയാളുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംഭവം അന്ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നുകൂടി പറയാം, 45 ലക്ഷം രൂപക്ക് ഒരു കോട്ടേജ് ഫുൾ പേയ്മെന്റിൽ കയ്യോടെ ക്യാഷ് കൊടുക്കുന്ന ആളുകൾക്ക് ഒരു കോട്ടേജ് ഫ്രീ, ബൈ 1 get 1 ഫ്രീ ഓഫർ. തിരിച്ചു വയ്ക്കുക. ഇന്ന് അപ്പോഴും സാറ് സ്റ്റേജിൽ കയറി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു 3D വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു? ആദ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഈ കോട്ടേജ് 2027 എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അതായത് അവിടെ വന്നിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ കോമൺ അമ്യൂണിറ്റീസുകളെല്ലാം വന്നതിന് ശേഷം ഈ കോട്ടേജ് പണി കഴിഞ്ഞിട്ടുള്ള ഒരു ആംബിയൻസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കോട്ടേജ് ഈ പ്രൊജക്റ്റിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ 1.5 കോടി കൊടുക്കണം. മനസ്സിലായോ? അതായത് ഇത്രയും കോമൺ അമ്യൂണിറ്റീസ് എല്ലാം വന്നതിന് ശേഷം ഈ ആംബിയൻസോട് കൂടിയിട്ട് ഈ ഒരു കോട്ടേജ് പെർ ഡേ അന്ന് 20,000 ആയിരിക്കില്ല, ചിലപ്പോൾ കൂടും. അപ്പൊ അങ്ങനെ വാങ്ങണമെങ്കിൽ ഇതിന് 1.5 കോടി വരെ കൊടുക്കണം. പക്ഷേ ഇന്ന് ഒരു ഓഫർ ഇടണമെന്ന് പറഞ്ഞിട്ടാണ് 45 ലക്ഷം രൂപ ഒരു കോട്ടേജ് പറഞ്ഞത്. അതേ ദിവസം പറഞ്ഞൊരു ഓഫറാണ്. ഒരു ഓഫർ കൂടി തരാം. ആദ്യത്തെ 8 പേർക്ക്, അതിൽ കൂടുതലില്ല, 8 പേർക്ക് ബൈ 1 get 1 ഫ്രീ ഓഫർ. 45 ലക്ഷം രൂപ റെഡി ക്യാഷ് വേഗം തന്നു. അപ്പോൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ട് അഡ്വാൻസ് കൊടുത്തു. ഈ അഡ്വാൻസ് കൊടുത്ത് കുറച്ച് ആൾക്കാർ ഫുൾഫിൽ ചെയ്തില്ല. പക്ഷെ അഡ്വാൻസ് കൊടുത്ത ആളുകൾ 4 പേര്, 8 പേർക്ക് ചാൻസ് കൊടുത്തിട്ട് 4 പാർട്ട്നേഴ്സ് ആണ്. അവർ കൂടിയിട്ട് അവർ കുറച്ച് പാർട്ട്നേഴ്സിനെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു കോട്ടേജ് വാങ്ങി ബൈ 1 get 1 ഫ്രീ ഓഫർ കിട്ടി. ഇത് ഓഫർ അങ്ങോട്ട് എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ കമ്പനി 50 ലക്ഷമാക്കി. അപ്പൊ ഞാൻ ദുബായിൽ പോയപ്പോൾ ഈ ഓഫർ നിലവിലുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ. അപ്പൊ അദ്ദേഹം വീണ്ടും മടിച്ചിരിക്കുകയാണ്, ബ്ലൂ പ്രിന്റ് വരട്ടെ, മറ്റേ കോട്ടേജ് ഒരെണ്ണം പണി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും. സാധാരണ പണം എടുത്ത് തരുന്നവന് ന്യായമായിട്ടുണ്ടാവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു പണം കയ്യിൽ നിന്ന് ഒരു പരിചയമില്ലാത്ത ആളുകളാണല്ലോ. അപ്പൊ തരുന്നതിന് മുമ്പ് ന്യായമായിട്ടുണ്ടായ ചോദ്യങ്ങളെ ഉണ്ടായുള്ളൂ. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞു, സാറേ സംഭവം ബ്ലൂ പ്രിന്റ് ഇപ്പൊ ലീക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു ഇന്നോവേറ്റീവ് പ്രൊജക്റ്റാണ്. തുടങ്ങുന്നതിന് മുമ്പ് വേറൊരുത്തം കൂപ്പിടിക്കാം. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധനം ചെയ്യുള്ളൂ. അപ്പോൾ നിർബന്ധമില്ല, സാറ് വാങ്ങണമെന്നില്ല, പക്ഷെ റേറ്റ് കൂടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് 50 ലക്ഷത്തിന്റെ ബ്രോഷർ അവിടെ എത്തിച്ചു. വീണ്ടും അവിടെ ഒരാൾ വന്നപ്പോൾ ഒരു ബാഗ് ഇറച്ചി ബ്രോഷർ കൊടുത്ത് 50 ലക്ഷം.
അപ്പൊ 50 ലക്ഷത്തിന് പ്രൊഫഷണൽ കാണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 45-ന് 21 ഞാൻ വാങ്ങിത്തരാം, കാരണം ഞാനിവിടെ വന്ന് ഇത്രയും നിന്നിട്ട് അത് സാറിനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള. അപ്പൊ ആള് ഓക്കെ, സാറൊക്കെ ഓക്കെ ചെയ്താ 45-ന് തരാം എന്നുള്ളത്, ബൈ 1 get 1. പക്ഷെ അദ്ദേഹം ഒന്നും മടിച്ചു നിന്നപ്പോ പിന്നെ ഒരാഴ്ച കമ്മ്യൂണിക്കേഷൻ ഇല്ല, 2 ആഴ്ച കമ്മ്യൂണിക്കേഷൻ ഇല്ല. പിന്നെ ഇടയ്ക്ക് നിഷാ മേഡം പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് വിളിച്ചു, അപ്പോൾ 50 ലക്ഷമായി, ഇനി ബൈ 1 get 1 കിട്ടില്ല. അപ്പൊ ആള് പറഞ്ഞു ഇല്ല ബൈ 1 get 1 പോട്ടെ കുഴപ്പമില്ല, എന്നാലും ഞാൻ പിടിച്ചോടെ തന്നെ നിൽക്കുക, അതിൽ തന്നെ നിൽക്കുക പുള്ളി. അപ്പൊ 50 ലക്ഷമായി, പിന്നെ അത് പതുക്കെ 65ആയി. എനിക്ക് തോന്നുന്നു നിഷാ മേഡം ഉണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും, 75 ലക്ഷം രൂപയിലായിട്ടാണ് പുള്ളി പൈസ ഇട്ടത്. അത് ഫുള്ളല്ല, ഷെയർ ആക്കിയപ്പോ. ഇവിടെ ഉള്ള ആളതിന്റെ പേരിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു സംഭവം. പുള്ളി ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് കണ്ട പുള്ളിനെ, നാട്ടിലേക്ക് എപ്പോ വന്നു ചോദിക്കായിരുന്നു ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സംഭവം. അപ്പൊ നമുക്ക് ആരെയും കുറ്റം പറയാനില്ല അവിടെ, കാരണം കമ്പനിക്ക് ഈ സംഭവം എന്താണ്, കമ്പനിക്ക് ഇറങ്ങിയത് 1.5 കോടിക്ക് പോകും. അപ്പൊ അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള ഓഫറുകൾ പിൻവലിക്കുകയാണ് കമ്പനി ചെയ്യണത്. 1.5 കോടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ 45, 50, 55, 65, 75, 85, 95. അപ്പൊ ഈ 95-ൽ 2 കൂടി ഉള്ളൂ, അതും കൂടിയുള്ള മെസ്സേജ് ആണത്. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്ട് 1.10 ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 15 ലക്ഷം രൂപയുടെ ജമ്പിങ് ആയിരിക്കും അടുത്ത പ്രൊജക്റ്റിലേക്ക്. കാരണം നമുക്കുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന 400ഓളം വരുന്ന മാർക്കറ്റിംഗ് ടീം അവരെന്തായാലും ഈ അക്കോമഡേഷൻ പാസ് വിൽക്കും. കാരണം അവരുടെ ജീവിതത അത് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ടാസ്ക്. അപ്പൊ അത് അവർ വിൽക്കും. അത് വിൽക്കുമ്പോൾ റെന്റ് കയറുന്ന ആർക്കാ? ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കാ. അവരെ സംബന്ധിച്ചുള്ള അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഹൈ പ്രോഫിറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇടിച്ചു നിന്നു എന്നുള്ളതാ. മനസ്സിലായോ? ഇപ്പോഴും 95 ഫുൾ പേയ്മെന്റ് നാളെ തരാം, 5 ലക്ഷം കൊടുക്കുമെന്ന് വെച്ചാൽ ചേർന്ന സമ്മതിക്കില്ല. അവിടെ ഡിമാൻഡ് തന്നെ, ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത്രയും വിറ്റിട്ടുള്ളത്. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള സെയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു പ്രൊജക്ടിന്റെ ഓഫർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ പറയാണ്, ഇതൊരു പുതിയ പ്രൊജക്ട് കല്ലിട്ടിട്ടുള്ളൂ. കല്ലിട്ടപ്പോ MD ഒരു ഓഫർ ഇട്ടു. അതെന്താന്ന് പറഞ്ഞുതരാം. ഇത് ഏകദേശം ഒരു 12 ഏക്കറിന്റെ പ്രൊജക്ട് ആണ്. ഏത്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. 12 ഏക്കറിന്റെ പ്രൊജക്ട് ആണ്. ഞാൻ പറഞ്ഞ 60ഓളം കോട്ടേജ് വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, വിവിധ തരത്തിലുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പച്ചക്കറിയിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും മറ്റേ ഫിഷിൽ നിന്നും കോഴിയിൽ നിന്നും മുട്ടയിൽ നിന്നും പാലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനം, ഡെയിലി കിട്ടുന്ന വരുമാനം ആയിക്കോട്ടെ, മന്ത്ലി കിട്ടുന്ന 3 മാസം കൂടുന്ന വരുമാനം ആയിക്കോട്ടെ, ഇതിനെല്ലാം അതാത് മാസത്തെ എത്രത്തോളം വരുമാനമുണ്ടോ അത് ഡിവൈഡ് ചെയ്ത് മന്ത്ലി തരും. പിന്നെ അതിനകത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ, കേരളത്തിലെ തന്നെ ആദ്യത്തെ തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ വന്നിട്ടുണ്ട്. അതായത് ചന്ദന കൃഷിയെ കുറിച്ച് ഇന്നിപ്പോ ആധികാരികമായിട്ട് പഠിച്ച് അത് ചന്ദന കൃഷിയായി നടത്തി ഇന്നിപ്പോ വയനാട്ടിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ വിവിധ സ്ഥലങ്ങളിൽ ചന്ദന കൃഷി ചെയ്യുന്ന ഒരു കമ്പനി കൂടിയിട്ടാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ്. അപ്പൊ ആ ഒരു കമ്പനിയുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഇന്ന് സാൻഡൽവുഡിന്റെ റിസർച്ച് സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ മണ്ണിലാണ്. അപ്പോൾ ഈ റിസർച്ച് സെന്ററിൽ നിന്നുള്ള വരുമാനം കൂടിയിട്ട് ഇയർലി നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അതായത് സീഡ്, തൈകള്, അതിന്റെ വളം, സപ്പോർട്ടിങ്, കൃഷി ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടിങ് എല്ലാം കൊടുക്കുന്നത് നമ്മളുടെ ഇവിടെ നിന്നാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു വരുമാനവും പിന്നെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നേഴ്സറി, അതും നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇയർലി ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മന്ത്ലി വരുമാനമുണ്ട്, ഇയർലി വരുമാനമുണ്ട്, കോട്ടേജ് വരുമാനം കൂടിയിട്ട് മന്ത്ലി നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ദെൻ 15 വർഷം കഴിയുമ്പോൾ അവിടെയുള്ള 2000ഓളം സാൻഡൽവുഡ് ഉണ്ട്. അത് മെച്ചൂർഡ് ആയി കഴിയുമ്പോൾ അത് മുറിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം ആഫ്റ്റർ 15 ഇയേഴ്സിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഈ വരുമാനങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു 10-13 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ ടോട്ടൽ 15 വർഷത്തെ ടോട്ടൽ റവന്യൂ കൂട്ടിയാലുണ്ടാവും. ടോട്ടൽ റവന്യൂ 15 വർഷത്തെ. അപ്പൊ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഏകദേശം 7000 രൂപ സംതിങ് ഒക്കെ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് എല്ലാ മാസവും 7000 കിട്ടുന്നല്ല, ഇത് ടോട്ടൽ റവന്യൂവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. അപ്പോൾ ഈ ഒരു ഷെയറിലേക്ക് ഇതിപ്പോ 1 lakh മുതൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാം. ഏകദേശം 100 കോടിയുടെ പ്രൊജക്റ്റ് ആണ്. 20 കോടിയാണ് ഇതിനകത്ത് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 80 കോടി നമുക്ക് മറ്റുള്ളവർക്കോ നമുക്കോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രൊജക്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് 1 lakhന്റെ ഗുണിതങ്ങൾ എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതൊരു LLP ആയിട്ടാണ് വരുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം LLPയിൽ പാർട്ണർ ആയിട്ടാണ് നമ്മൾ വരിക. അപ്പൊ അതിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ്, എഗ്രിമെന്റ് കോപ്പികളും കാര്യങ്ങളും നമുക്ക് കിട്ടും LLPയുടെ. അപ്പൊ ഈ ഒരു LLPയിൽ പാർട്ണർ ആകുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ്, അതായത് ഏകദേശം ഒരു കൃഷിയിൽ നിന്ന് ഒരു 1000-1600 ഒക്കെ മന്തിൽ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കോട്ടേജ് റെന്റിന് പോകുമ്പോഴും ഒരു മിനിമം ഒരു 10,000 രൂപയ്ക്ക് അവിടുത്തെ കോട്ടേജിന്റെ റെന്റ്, ഏകദേശം ഒരു 1200 ഒക്കെ കോട്ടേജിന്റെ റെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു മാസം ഒരു 2000, 2500 ഒക്കെ 2700 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇത് ചില മാസങ്ങളിൽ കൂടും. കാരണം ചില കൃഷികൾ 3 മാസം കൂടുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്,
പിന്നെ കുറച്ചും കൂടി ഒന്ന് റണ്ണായി ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി വരുമാനങ്ങൾ കൂടുന്നുണ്ടാവും. 6-8 മാസം കൊണ്ട് വരുമാനത്തിലേക്ക് വരുന്ന ചില കൃഷികളുണ്ടാവും. ഇയർലി കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള വേരിയേഷൻസിന് കൂടുതലുണ്ടാവും. ഇത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ബൈ 1 get 1 ഫ്രീ ഷെയർ ഓഫർ ഉണ്ട്. അതായത് 5 ലക്ഷം രൂപ ഷെയർ ഉള്ള ആളുകൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന റിട്ടേൺ ആയിരിക്കില്ല കിട്ടുക. 10 ലക്ഷം രൂപക്കാർക്ക് എന്താണോ റിട്ടേൺ കിട്ടുക ആ റിട്ടേൺ ആയിരിക്കും കിട്ടുക. അതായത് ഒരു ഷെയർ ഇടുന്ന ആളുകൾക്ക് 2 ഷെയർ വാല്യൂ ആയിട്ട് അവിടെ കയറും. ഓക്കെ, ബൈ 1 get 1 ഫ്രീ ഓഫർ ഇന്നുകൂടി അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്ട്. ഇതിന്റെ സ്ഥലവും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം വയനാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. ആ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പോയി സ്ഥലവും കാണാം. പണ്ട് ആടുതേക്ക് മാഞ്ചി എന്താണെന്ന് അറിയാൻ പറ്റുന്ന ആടുതേക്ക് മാഞ്ചിയും ഞാൻ തന്നെ ഇതൊക്കെ പറയുന്നതാണെന്നറിയാമോ? ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പോരട്ടെ, നിങ്ങൾ മിണ്ടാണ്ടാണ് ഞാൻ അങ്ങോട്ട് പറയണത്. മനസ്സിലായ? ആടുതേക്ക് മാഞ്ചി എന്തായിരുന്നു? എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടെന്ന് പറയും. ഓക്കെ, ആ സ്ഥലത്തിന്റെ ഡോക്യുമെന്റോ തരൂല, കാണാനോ അവസരം തരൂല. ഇൻവെസ്റ്റ്മെന്റ് മാത്രം പോരട്ടെ അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ സ്ഥലം കൊണ്ടുപോയി കാണിക്കും. സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് നമുക്ക് തരും. മനസ്സിലായോ? ഇത്രയും കാലം ഈ കോട്ടേജ് വാങ്ങിയ ആളുകൾക്കൊക്കെ ആധാരം കയ്യിലുണ്ടോന്ന് വെച്ച് നോക്കിയേ. രാധേഷ് സാറേ, ആധാരം കയ്യിലുണ്ടാ? ആ പേഴ്സിലും കാണണം, അല്ല ആ ബാഗിലും കാണണം. ഓക്കെ, ഗ്രൂപ്പായിട്ട് ഒന്ന് ബുക്ക് ചെയ്യും. ആ ഗ്രൂപ്പായിട്ടുള്ള ആധാരം. അപ്പൊ ആധാരം കയ്യിലുണ്ടോ, സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ സാധനം കിട്ടി. എനിക്കറിയില്ലല്ലോ. കാരണം അപ്പൊ മറ്റേതെന്തായിരുന്നു? അതിനെ സ്കാം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? പ്രോപ്പർട്ടിയുടെ ആധാരം എന്ന് പറയുന്ന സാധനം ആധാരം കൊടുക്കൂല, സർട്ടിഫിക്കറ്റും കൊടുക്കൂല. എന്താ കൊടുത്തത്? ബ്ലാങ്ക് ചെക്ക് ലീഫ്. ആരുടെ പേരില്ല? വെല്ലന്റെ പേരില്ല. ആ കഥ കേട്ടിട്ടുണ്ടോ? എന്റെ പേരായിരുന്നു കേട്ടോ. ഇനി അതുകൊണ്ട് ആ ചീത്തപ്പേരും കൂടി ഞാൻ അനുഭവിക്കുക. ആ പുള്ളിയുടെ പേര് ശരിക്കും എൻ്റെ പേരാ, അനീഷ്. പക്ഷെ ഞാൻ ജനിച്ചിട്ടുണ്ടായെന്ന് അറിയാൻ പാടില്ല. 30 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. ഏകദേശം ജനിച്ചിട്ടുണ്ടാവും, മുട്ടിലറിയിക്കുള്ളൂ. ഓക്കെ, അനീഷ് എന്ന് പറയുന്ന ഒരാള് കോഴിക്കോട് ഉണ്ടായിരുന്നു. അതിബുദ്ധിമാനായിട്ടുള്ള ഒരാള്. അദ്ദേഹം പാലക്കാട് വന്ന് പേര് മാറ്റി അശോക് കുമാർ എന്നാക്കി. അപ്പോ ഒരു ആൾമാറാട്ടം അവിടെ കാണിച്ചു. എന്തിനാ? ഞാനൊരു തട്ടിപ്പ് ചെയ്യാൻ പോകുന്നു, എന്റെ പേരങ്ങോട്ട് മാറട്ടെ. ആൾമാറാട്ടം കളിച്ചു, അശോക് കുമാർ എന്ന് പേരാക്കി. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇത് കിടക്കുന്നുണ്ട് ഇപ്പോഴും. യൂട്യൂബ് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ആടുതേക്ക് മാഞ്ചിയത്തിന്റെ ന്യൂസ്. അപ്പൊ അശോക് കുമാർ എന്ത് ചെയ്തു? HYS എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആൾമാറാട്ടത്തിന്റെ ആ പേരും വെച്ചിട്ട് അശോക് കുമാറിന്റെ പേരിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനിയുടെ പേരിൽ ബാങ്ക് മറ്റേ ചെക്ക് ലീഫ് ഒപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇല്ലാത്ത ഒരാളുടെ പേരിൽ ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ പേരിൽ ബ്ലാങ്ക് ചെക്ക് ലീഫ് കൊടുത്തിട്ടായിരുന്നു ആളുകൾക്ക് ഒരു ഗ്യാരണ്ടി കൊടുത്തിരുന്നത്. മടങ്ങോ ഇല്ലയോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഭവിച്ച അപ്പൊ ഞാൻ അതിന്റെ അടിവേര് വേണ്ടി പോയത് എന്താണെന്നറിയാമോ? ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് ആടുതേക്ക് മാഞ്ചി, അത് എനിക്ക് അറിയില്ലെങ്കിൽ ഒരു സാധനം വിൽക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഇത് നമ്മുടെ കമ്പനി എന്താണെന്നറിയോ? ആദ്യം ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി. ഞങ്ങളൊരു പ്രൊജക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ചന്ദനത്തിന്റെ ഫാമിങ്ങാ. ഗവൺമെന്റ് പറഞ്ഞിട്ടാ. അതായത് ചന്ദന കൃഷിയെ ഇവിടെ ചെയ്യാം, വളർത്താം. ഇത് ഏറ്റവും ആദായകരമായിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. പക്ഷെ കള്ളന്മാരും കൊണ്ടുപോകണ ആരും കൊണ്ട് ഇതാരും ചെയ്യുന്നില്ല. പക്ഷെ ഇത് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ഫാമിംഗ് ആയിട്ട് കൊണ്ടുവന്നു. സെക്യൂരിറ്റി സിസ്റ്റം അവിടെ CCTV, ഡേ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സ്, ഗൺമാൻ, അതോടൊപ്പം തന്നെ ഡോഗ് സെക്യൂരിറ്റി, ഇലക്ട്രിക് ഫെൻസിങ്, ഓരോ മരത്തിലും 5 വർഷം കഴിയുമ്പോൾ ചിപ്പ് സെക്യൂരിറ്റി, ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ. അപ്പൊ ഇത് ചെയ്യുന്ന കമ്പനി നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പണ്ടെങ്ങോ ഒരു സ്കാം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മരവും ഈ മരവും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. അപ്പൊ അങ്ങനെ മുന്നോട്ട് വന്ന പ്രസ്ഥാനം ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ വകുപ്പ് മന്ത്രിമാരുടെ കയ്യിൽ നിന്നും അനവധി അവാർഡുകൾ ഏറ്റുവാങ്ങി ഇന്ന് പത്രമാധ്യമങ്ങൾ പോലും ഇന്നിപ്പോ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റായി നമ്മൾ മാറി. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിങ്ങും. അപ്പൊ ആ ഒരു പ്രൊജക്റ്റില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ ഇന്നിപ്പോ ഏറ്റവും വലിയ ഒരു അസുഖങ്ങളിലൂടെ പിടിവിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാരകമായുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അവിടെ നമ്മൾക്ക് അതിനെ സഹായിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ, അത് നമ്മൾക്കും പറ്റിയാൽ ഒരു ഭാഗമാകാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫാമിങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞാലും അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് നാളെ കൊടുക്കുമ്പോൾ അതിൽ ഞാനും അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണോ നല്ലത്? ഇത് നോക്കിക്കാണുന്നത് മാത്രം വെറുതെ നിങ്ങൾ ഇന്നിപ്പോൾ കേട്ടുപോയി ഒന്ന് കൈയടിച്ച് പോകുന്നതാണോ നല്ലത്? ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് മാത്രം ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേരാണ് ജസ്പേഡ് എന്ന് പറയുന്ന കമ്പനി, ജസ്പേഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി. ഒരു കാര്യം കൂടിയിട്ട് കൂട്ടിച്ചേർക്കുന്നു, എല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ തല പെരുക്കും.
ഇത് മാത്രമല്ല നമ്മുടെ പ്രൊജക്റ്റ്, ഇനി ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മളൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അവിടെയും നിങ്ങൾക്കൊരു ജസ്പേഡ് എന്ന് പറയുന്ന കമ്പനിയെ നിങ്ങൾ സല്യൂട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഇന്ന് നമ്മുടെ ഓരോ വീടും നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മാലിന്യം, അല്ലേ? പ്രശ്നമാണോ? നമ്മുടെ വാർഡ് നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്? മാലിന്യം. നമ്മുടെ പഞ്ചായത്ത് നേരിടുന്ന പ്രശ്നം, നമ്മുടെ കേരളം പോലും നേരിടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യം. അപ്പോൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ മാതൃഭൂമി, മനോരമ, കേരളകൗമുദി, ദേശാഭിമാനി പോലുള്ള പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത, പല ചാനലുകളിൽ, കൈരളി പോലുള്ള പല ചാനലിൽ വന്ന വാർത്ത കണ്ടിട്ടുണ്ടാവും. ബയോമെഡിക്കൽ വേസ്റ്റിനെ മണ്ണാക്കി മാറ്റുന്ന പ്രൊജക്റ്റ്, കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാക്കി മാറ്റുന്ന ഒരു പ്രൊജക്റ്റ് കണ്ടുപിടിച്ചു, കേന്ദ്രം അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം CSR അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തു. അതിന് ഓൾറെഡി 20ഓളം പേറ്റന്റുകൾ എടുത്തു. ആ പേറ്റന്റ് എടുത്ത കമ്പനി നമ്മളാണ്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേരളത്തിൽ നമ്മളെ ചെയ്യാൻ പാടുള്ളൂ, ഇത് ഇന്ത്യയിൽ നമ്മളെ ചെയ്യാൻ പാടുള്ളൂ, വിദേശ രാജ്യങ്ങളിൽ ചൈനയും സൗത്ത് ആഫ്രിക്ക ഒഴികെ അവിടെയും നമ്മളെ ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി ഏകദേശം 21ഓളം പേറ്റന്റുകൾ എടുത്തുകൊണ്ട് നമ്മളുടെ കമ്പനിയാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 6 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എടപ്പള്ളിയിലാണ് ഇതിന്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലെയും മാലിന്യങ്ങൾ, നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയുടെ മാലിന്യങ്ങൾ പോലും ഇന്നിപ്പോൾ പാലക്കാട് എങ്ങോ കൊണ്ടുപോയിട്ട് വ്യാപകമായിട്ട് കത്തിക്കുന്നുണ്ട്. അതിന്റെ പുക കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കലരുന്നുണ്ട്. പല അസുഖങ്ങളുമാണ് അതിങ്ങനെ അന്തരീക്ഷത്തിലും പ്രകൃതിയിലൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കത്താത്ത സാധനം നേരത്തെ കൊണ്ടുവന്ന് കടലിൽ തള്ളുന്നുണ്ട്. ഇത് എത്രത്തോളം നമ്മളുടെ ഇവിടുത്തെ ഭൂവിഭവശേഷിയെ മലിനമാക്കുന്നു എന്ന് നമുക്കറിയാം, അല്ലേ? അത് കൃഷിയെ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ മത്സ്യങ്ങളെ ആയിക്കോട്ടെ, ആ വെള്ളത്തിലൂടെ നമ്മളിലൂടെ ആയിക്കോട്ടെ, ഇങ്ങനെയെല്ലാം മാലിന്യങ്ങൾ കലർന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു സൊല്യൂഷൻ എന്നോണം ഇനി നിർബന്ധമായിട്ടും എല്ലാ ഹോസ്പിറ്റലിലും എന്തുവരും? ഈ ഒരു മിഷ്യൻ വരും. ബയോമെഡിക്കൽ വേസ്റ്റിനെ മണ്ണാക്കി മാറ്റുന്ന ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു മിഷ്യൻ, അത് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ജസ്പേഡ് ഇന്റർനാഷണൽ. അപ്പൊ അതും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമാകാൻ ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ അതിന്റെ ആദ്യപടി എന്നോണം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇന്നിപ്പോൾ കേട്ടു, ജസ്പേഡിന്റെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ്. അപ്പൊ അതിലേക്ക് കയറി നിൽക്കുക. ഒരു ചവിട്ടുപടിയാണ് നിങ്ങൾക്ക് ഇവിടെ തരിക, കയറി നിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ്. ഞാനൊരു കാര്യം ഗ്യാരണ്ടി തരാം, ജസ്പേഡിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ലെഗസി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ തലമുറ, നമ്മുടെ പാരമ്പര്യം, ഇത് സേഫ് ആക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ്. അതായത് ഒന്ന്, നമ്മളിവിടെ സേഫാകും, നമ്മൾ സേഫാകും, നമ്മളുടെ കുടുംബത്തെ, നമ്മുടെ കുട്ടികളെ പോലും കൈപിടിച്ച് ജസ്പേഡിലേക്ക് കയറ്റാൻ പറ്റുന്ന പ്രൊജക്റ്റുകളാണ് ജസ്പേഡ് ചെയ്യുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ആരും ചെയ്യാത്ത യുണീക്ക് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെ ജസ്പേഡ് ഏറ്റെടുക്കുന്നുള്ളൂ. അത് തന്നെയാണ് ജസ്പേഡിന്റെ ഹൈലൈറ്റും. അപ്പൊ അങ്ങനെ ജസ്പേഡിന്റെ ഭാഗമാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, എൻ്റെ പേര് ജയശ്രീ അനീഷ്. ഇപ്പൊ സംസാരിച്ച ആളുടെ വൈഫാണ്. ഒരുപാട് സന്തോഷം, അഭിമാനം. അപ്പൊ എന്തായാലും എല്ലാവർക്കും പ്രൊജക്റ്റ് ഒക്കെ മനസ്സിലായല്ലോ, അല്ലെ? ആർക്കും ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി കുറെയൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടതെന്ന്. ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. എല്ലാവരും എന്നെ കണ്ട പേടി തോന്നുന്നുണ്ടോ? അല്ല, ഒരു പേടിച്ച മുഖം. ഇത്രയും നേരം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേനും അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ ഭീകരി ഒന്നുമല്ല, ഞാൻ ഭയങ്കര പാവമാണ്. ഓക്കെ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ചുമ്മാ എല്ലാവരും ഒന്ന് ചിരിച്ചേ. സാറോത്തോട് ചിരിച്ചേ. അതെ, ചിരിക്കാൻ പറഞ്ഞ വേറെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ബലം പിടിച്ചിരിക്കുന്നത്. ഞാൻ ചിരിക്കില്ല. എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ചിരിക്കില്ല. ബലം ഒന്നും പിടിക്കണ്ടെന്നേ. ഒന്ന് ഉഷാറായിട്ട്, ഒന്ന് ഹാപ്പി ആയിട്ട്, ഒന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ കേട്ട പ്രൊജക്ട് ഇഷ്ടപ്പെട്ടോ? ഒരു ഐഡിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ബാക്കിൽ നിന്ന് നോക്കി ആരാ കൈയടിക്കാത്തത്? പ്രൊജക്ട് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒരു പ്രൊജക്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിന്റെ ഒരു ഭാഗമാകണം എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇതൊന്ന് കൊട്ടിക്കോട്ടെ.
യെസ്. അപ്പോൾ ആദ്യം കേട്ട പ്രൊജക്റ്റ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ അല്ലേ? ആ പ്രൊജക്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിട്ടാണ് തോന്നിയത്? അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുമ്പോൾ പല പ്രായക്കാരുണ്ട്. എത്ര വയസ്സായി? 23. രാധാകൃഷ്ണൻ സാറേ എത്ര വയസ്സായി? 72. അപ്പൊ എന്തായാലും ഇതിന്റെ ഇടയിലുള്ള പ്രായക്കാരായിരിക്കുമല്ലോ ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് അല്ലേ? അപ്പോ 23 വയസ്സും 72 വയസ്സുമുള്ള ഈ ഗ്യാപ്പിലുള്ളവരാണ് നമ്മളെല്ലാവരും. കല്യാണം കഴിച്ചവരുണ്ട്, കുടുംബമുള്ളവരും കുട്ടികളുള്ളവരുണ്ട്, റിട്ടയർഡ് ആയവരുണ്ട്. ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് കേട്ടപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തോന്നി? മീൻസ് പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ? എന്താ പേര്? അർഷാദ്. യെസ്, അർഷാദെ, ഈ പ്രൊജക്റ്റ് കേട്ടപ്പോൾ എന്ത് തോന്നി അർഷാദിന്? ഇത് അർഷാദിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നി? പൈസ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ആ, പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ലേ? അല്ല, ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയോ? തോന്നി. ഓക്കെ, എന്തിനാണ് പൈസ ഉണ്ടാക്കണേ? അർഷാദിന് ഏറ്റവും ആഗ്രഹം, അതായത് ലൈഫിൽ നേടണം എന്ന് ആഗ്രഹമുള്ള ഏറ്റവും, നമുക്കൊരു ഡ്രീം ഉണ്ടാവില്ലേ, എന്താണത്? പെട്ടെന്ന് ഓർമ്മ തന്നെ ഒരു ഡ്രീം. ഒരു വീട് വേണം, ഉമ്മാനെ വാപ്പാനെ നോക്കണം. യെസ്, ഒരു ഐഡിയ കണ്ടോ? ഒരു വീട് വേണം എന്നാണ് അർഷാദ് പറഞ്ഞത്. 23 വയസ്സുള്ളൂ. അപ്പൊ പറഞ്ഞൊരു കാര്യം, ഒരു വീട് വാങ്ങണം, ഉമ്മേനെയും പാപ്പേനെയും നോക്കണം. ഇതിനപ്പുറത്തേക്ക് ഒരു മകൻ എന്ന നിലയ്ക്ക് ഒന്നും ചെയ്യണ്ട. അവൻ കാറ് വാങ്ങണമെന്ന് പറഞ്ഞില്ല, ബൈക്ക് വാങ്ങണമെന്ന് പറഞ്ഞില്ല, ഒരു ഐഫോൺ വാങ്ങണമെന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഒരു വീട്, അതുപോലെ ഉമ്മേനെയും പാപ്പനെയും നോക്കണം. ഇത് അവന്റെ ആഗ്രഹമാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതുപോലെ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ലേ? ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ഈ പ്രൊജക്റ്റ് കേട്ടപ്പോ ഈ ആവശ്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുമെന്നും ഒപ്പം ഇവിടെ പറഞ്ഞൊരു കാര്യം അസറ്റ് ക്രിയേഷൻ ആണ്. അതായത് നമ്മളുടെ ലൈഫ് ലോങ് നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇവിടെ പറഞ്ഞത് അല്ലെ? കോട്ടേജിന്റെ പ്രൊജക്റ്റ് അതല്ലേ? നമുക്ക് ലൈഫ് ലോങ് എല്ലാ മാസവും റെന്റ് കിട്ടുക എന്നുള്ളത് അല്ലെ? വരുമാനം കിട്ടുക എന്നുള്ളതല്ലേ? ഇത് നമുക്ക് വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. അതും നമുക്കിവിടെ സാധ്യമാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കോട്ടേജിനൊക്കെ കുറിച്ചൊക്കെ കേട്ടു, ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് കേട്ടു, അവിടെയുള്ള കുറെ കോമൺ അമ്യൂണിറ്റീസിനെയൊക്കെ കുറിച്ച് കേട്ടു. ഇത് വാങ്ങണം എന്ന് ആഗ്രഹിച്ച ആഗ്രഹം, കാശുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചേ, കയ്യിൽ പൈസ ഉണ്ടോ എന്നല്ല ചോദിച്ചേ, വാങ്ങണം എന്ന് ആഗ്രഹം തോന്നിയവരൊക്കെ ഒന്ന് കൈപൊക്കി, ഒന്ന് കൈപൊക്കി, ആത്മാർത്ഥമായിട്ട് പൊക്കിക്കോ. യെസ്. അപ്പൊ പ്രശ്നം എവിടെയാണ്? പൈസ ഇല്ല അല്ലേ? പക്ഷേ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു? നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട്, നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനുള്ള ആ ഒരു എനർജിയും ഉണ്ട്, അവസരവും ഉണ്ടാവാം. പക്ഷെ ഇത് ലൈഫ് ലോങ് ഉണ്ടാവില്ല എന്നുള്ളൊരു നമുക്ക് മനസ്സിലായ ഒരു സത്യമാണത് അല്ലേ? കാരണം എന്താ? ഈ എനർജിയിൽ ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നു, എനിക്ക് എനർജി ഉണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് ടൈമുണ്ട്, വേണമെങ്കിൽ പണം ഉണ്ടാക്കാം. പക്ഷേ എനിക്കൊരു കാലഘട്ടം വരും, എപ്പോൾ? ഈ എനർജി നശിക്കുന്ന പ്രായമാകുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് നമുക്ക് റിട്ടേൺ കിട്ടണം, ആ സമയത്ത് നമ്മളുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. അപ്പോൾ പണം എന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇവിടെ ഓപ്ഷൻ പറഞ്ഞു 95 ലക്ഷം രൂപയാണ്. ഇത് കേട്ടപ്പോൾ ചില ആളുകളുടെ നെഞ്ചിലൊരു ഇടിത്തി വീണു. ദൈവമേ, 95 ലക്ഷം രൂപയോ, എനിക്ക് പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ എന്താ, 1 ലക്ഷം രൂപയും നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മാസം നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇത്രയും പേരിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ജസ്പേഡിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലേ? ഇപ്പൊ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇത് കഴിക്കുമ്പോൾ ഇതിൽ എത്ര വിഷമുണ്ട്, ഇത് ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? പറയുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എങ്ങനത്തെ ഭക്ഷണമെന്ന് നമുക്കറിയില്ലേ? പക്ഷെ കഴിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അപ്പം ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിലൂടെ ജസ്പേഡ് എന്ന് പറയുന്ന കമ്പനി ഈ സമൂഹത്തിലേക്ക് വലിയൊരു തിരിച്ചറിവാണ് കൊടുക്കുന്നത്, വലിയൊരു അറിവാണ് കൊടുക്കുന്നത്. കാരണം
നമ്മൾക്ക് ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് വീട്ടിൽ കൃഷിയുണ്ട്? ചുമ്മാ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സുമയ്യ മേഡം ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ ഇത്തയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ ആർക്കും അതെന്താ നമുക്ക് പറ്റാത്ത? സമയമില്ല അല്ലേ? ഓട്ടത്തിലാണ്. പിന്നെ പണ്ടത്തെ പോലെ സ്ഥലമില്ല, മണ്ണില്ല. എല്ലാവരുടെ മുറ്റത്തും മറ്റേ കോൺക്രീറ്റ് ചെയ്ത് എല്ലാം അങ്ങ് അടച്ചുപൂട്ടി വെച്ചേക്കുക. അപ്പൊ ഇവിടെ നമുക്കൊരു അവസരമല്ലേ, നമുക്ക് ആഗ്രഹമില്ലേ വീട്ടില് പച്ചക്കറി തോട്ടം ഉണ്ടാക്കണത്? അനീഷേന്റെ ഭയങ്കര ആഗ്രഹം. എന്നിട്ട് കുറെ വിത്തൊക്കെ മേടിച്ചോണ്ടൊന്ന് വെക്കും, അതങ്ങനെ പാക്കറ്റായിട്ട് അവിടെ തന്നെ ഇരിക്കും. സമയമില്ല. അല്ലെങ്കിൽ ഗ്രോ ബാഗ് മേടിക്കും, മണ്ണും മേടിക്കും, വിത്തും മേടിക്കും. പക്ഷെ ഇത് നട്ട് വളർത്താനായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല. പക്ഷെ ആഗ്രഹമുണ്ട് ഉള്ളില് അല്ലെ? നമ്മുടെ മക്കളെ വിഷരഹിതമായ ഭക്ഷണം കൊടുക്കണമെന്നും അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കുട്ടികൾ ഇപ്പൊ റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ അറിയാം. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം മഞ്ഞ് പോലെ. ഞാൻ ചോദിച്ചു അനീഷിയുടെ ഇത് എന്തായി കാണണേ? അപ്പോഴാ പറഞ്ഞ പൊടിയാണ്. ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മളൊരു വീട്ടില് മരം വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടോ? ഉള്ള മരങ്ങൾ വെട്ടാറാണ് അല്ലെ? അപ്പൊ പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു എന്താ പറയുക, ഒരു സൂചന, അല്ലെങ്കിൽ പ്രകൃതിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന, പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഈ പറയുന്ന 8 ഏക്കറിലെ 1640 മരങ്ങൾ, സാൻഡിൽവുഡ് മാത്രം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായി അവിടെ? നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ്. ഇതിന്റെ ഒരു ഭാഗമാകാൻ, അതായത് എനിക്കും എൻ്റെ കോട്ടേജിലും ഈ ഒരു പ്രൊജക്റ്റിൽ ഭാഗമായി കഴിഞ്ഞാൽ എൻ്റെ കോട്ടേജിലുമുണ്ട്, അല്ലെങ്കിൽ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. കാരണം ഞങ്ങളും കോട്ടേജിൽ പാർട്ട്നേഴ്സാണ്, 3 കോട്ടേജിൽ പാർട്ട്നേഴ്സാണ്. സാൻഡിൽവുഡിൻ്റെ ഒരു പ്രൊജക്റ്റ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ പ്രൊജക്റ്റാണ്. അതായത് വിഷരഹിതമായുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്നുള്ളത് എൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗം ഞാനുമാണ്. കോട്ടേജിൽ ചെന്ന് താമസിക്കുമ്പോൾ ആർക്കൊക്കെ ടൂർ പോകാൻ ആഗ്രഹമുണ്ട്? ഓക്കെ, ആഗ്രഹം ചോദിക്കുന്നത് ഞാൻ പോയിട്ടുണ്ടോന്നോ കയ്യിൽ കാശുണ്ടോന്നോ ഒന്നുമല്ല, ആഗ്രഹമുണ്ട്. കണ്ടോ, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ കൈ പൊക്കാതെ ഇരിക്കുന്ന മഹാന്മാർക്കും മഹതികൾക്കും ആഗ്രഹമുണ്ട്. അത് മനഃപൂർവ്വം പൊക്കാത്തതാണ്. ഓക്കെ, ആർക്കാണ് ഒന്ന് ഫാമിലിയുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹമില്ലാതെ? നമ്മൾ എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നോർമലി എവിടെയെങ്കിലും ഇതുപോലുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനല്ല, അല്ലാതെ കുറെ വണ്ടിയും കുറെ ബിൽഡിംഗ് ഉള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാൻ തോന്നുന്നു? ഇല്ല. ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി സന്തോഷത്തോടു കൂടി മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ അല്ലെ? അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടൂലേ? ഇല്ലേ? ഈ കോട്ടേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സന്തോഷവും ആ ഒരു ഫ്രഷ്നെസ്സും നമുക്ക് കിട്ടില്ലേ? കിട്ടൂലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോയി താമസിക്കണമെന്ന് തോന്നിയില്ലേ? ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടതും. എന്ത്? ഈ ഒരു ചിന്ത. അതായത് നമുക്കറിയാം, ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ എന്ത് വേണം? അത് ആളുകൾക്ക് ആവശ്യമുള്ളതായിരിക്കണം. പണ്ടൊരു കഥ പറയുമായിരുന്നു. ഒരാൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് ഇറക്കി. ഓക്കെ, പട്ടിക്ക് കഴിക്കുന്ന ബിസ്ക്കറ്റാണ്. അത് ഭയങ്കര മാർക്കറ്റിംഗ് ആയി. അത് ലോഞ്ച് ചെയ്യുന്ന ദിവസം കുറേ ഷോപ്പുകളിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തു. അത് ഭയങ്കര എന്താ പറയുക, ഗ്രാൻഡ് ആയിട്ടായിരുന്നു അത് പുറത്തിറക്കിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സംഭവം പൂട്ടിപ്പോയി. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? അത് തന്നെ, പട്ടിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടില്ല. പട്ടിക്ക് വേണ്ടി കഴിക്കാനുള്ള ബിസ്ക്കറ്റാ ഇത്, പട്ടിക്ക് ഇഷ്ടപ്പെടണ്ടേ? അതായത് വേറൊന്നുമില്ല, നമ്മളൊരു കാര്യം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവന് ആവശ്യമുള്ളതാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ പ്രൊജക്റ്റും ഇതുമായി ബന്ധപ്പെട്ട ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങും ഇനി വരാനിരിക്കുന്ന ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റും സമൂഹത്തിന് ആവശ്യമുള്ളതാണോ അല്ലയോ? പറ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ. ആവശ്യമുള്ളതല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം എന്തായിരിക്കും അല്ലേ? അതായത് ലൈഫില് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഈ ആഗ്രഹിക്കുന്ന, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതുപോലൊരു കോട്ടേജ് നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ പറ്റും? നെവർ, നടക്കില്ല. കാരണം എന്താ? 10-35 കോടി രൂപ മുടക്കിയിട്ട് വേണം കോമൺ അമ്യൂണിറ്റീസ്, അതുപോലെ തന്നെ കോട്ടേജ് വേറെ, ഇത് നോക്കി നടത്താനുള്ള. അപ്പൊ എത്ര റിസ്ക്കായി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊന്നും ചെയ്യണ്ട, ഒരു റിസ്ക്കും ഇല്ല, ഒരു ഹെഡേക്കും ഇല്ല. കാരണം
നമ്മുടെ കയ്യിലുള്ള പണം അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്ററായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇടയ്ക്ക് എനിക്കും പോയി താമസിക്കുക. ഇപ്പം ഞങ്ങളൊരു 5 ദിവസം അല്ലേ 5 പ്രാവശ്യത്തോളം ഞങ്ങൾ ഈ കോട്ടേജിൽ പോയി താമസിച്ചിട്ടുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൽ ഞാനും മനീഷേട്ടനും കുളിച്ചിട്ടുമുണ്ട്. ഉള്ള കാര്യം പറയാം. അപ്പം എന്താ എൻ്റെ കോട്ടേജാ, കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്താണ് എൻ്റെ സ്വന്തം കോട്ടേജ്. നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? ഏതെങ്കിലും ഒരു സാധാരണക്കാരന് അങ്ങനെ പറയാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടോ? ഒരു കോട്ടേജിൻ്റെ ഓണറാണെന്ന് ഇത് പറയുമ്പോൾ ഇപ്പം എനിക്കത് പറയുമ്പോൾ ഒരു അഭിമാനമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ കോട്ടേജിൻ്റെ ഓണറായി നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പോൾ എൻ്റെ കോട്ടേജാ പറഞ്ഞൂടെ? ആ എനർജി അപ്പൊ കിട്ടുന്ന ഒരു പവർ ഇല്ലേ? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആള് പറയാണ്, ദേ ആ ഇത്തയുണ്ടല്ലോ കോട്ടേജിന്റെ ഓണറാ, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ആരെങ്കിലും ചോദിക്കോ? ഇല്ല. പക്ഷെ അവിടെ കിട്ടുന്ന, സമൂഹത്തിൽ കിട്ടുന്ന നമുക്കൊരു വിലയുണ്ട്. ഇനി ഇടക്ക് പോയി നമുക്കൊന്ന് ട്രിപ്പ് പോവാം, കുട്ടികളെയും കൊണ്ട് പോവാന്നേ നമ്മുടെ സ്വന്തം കോട്ടേജില്. അവിടെ ചെന്ന് എൻജോയ് ചെയ്യാം. അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണം അത്രയും ദിവസമെങ്കിലും, 2 ദിവസം നിൽക്കാൻ പറ്റിയാൽ 2 ദിവസം നമ്മുടെ മക്കൾക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സും എന്ത് വേണമെങ്കിലും കഴിപ്പിക്കാം. ഇപ്പൊ കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? നമ്മളുടെ പൂർവികർ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, കൃഷി ചെയ്യും, അവനവന്റെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് സാധിക്കുന്നില്ല. ഇനി വരും തലമുറയ്ക്ക് സാധിക്കുമോ? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നമ്മൾ ചെയ്ത് കാണിക്കുന്നില്ല. അതാണ് വരുന്നത് പാരമ്പര്യം, ലെഗസി. നമ്മൾ കൊടുക്കുന്ന വഴിയിലൂടെ നമ്മുടെ മക്കളും വരണം. അപ്പൊ ഇത്രയും ആരോഗ്യം കൊടുക്കാൻ സാധിക്കുന്ന, ഇത്രയും സമ്പത്ത് കൊടുക്കാൻ സാധിക്കുന്ന, ഇനി ഇതൊക്കെ പോട്ടെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, കോട്ടേജിന്റെ ഓണറായി, പ്രായമായി, ആര് നോക്കും? ആര് നോക്കും? ആ കണ്ട, ജസ്പേഡിലുള്ളവർക്കൊക്കെ ഉറപ്പ് ജസ്പേഡ് നോക്കുന്ന മക്കൾ നോക്കൂ. എന്തേ ആർക്കും മക്കളൊന്നും ഇല്ലേ? എന്തിയാ മക്കൾ നോക്കൂന്ന് പറയാഞ്ഞേ? എന്തിയാ പറയാഞ്ഞേ? ഞാൻ വിചാരിച്ചു എല്ലാവരും പറയും എൻ്റെ മക്കൾ നോക്കുന്നു. അത് MD ക്ലാസ്സിൽ കയറുന്ന ആളാണ്. പക്ഷെ ഇവിടെ പുതിയ ആൾക്കാരുണ്ട്, എന്തിയാ പറയാഞ്ഞേ മക്കൾ നോക്കുന്നു? ഉറപ്പില്ല അല്ലേ? ഉറപ്പുണ്ടോ? എനിക്കുണ്ട് 2 മക്കള്. ഞാൻ പറയും, അവരിപ്പോഴേ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ നോക്കൂന്ന് വിചാരിച്ചിരിക്കണ്ട കേട്ടോ. 7ാം ക്ലാസ്സിൽ പഠിക്കണ മോനാ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പേടിയില്ലടാ മോനെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കോട്ടേജിൽ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടാവും, നീ എന്നെ നോക്കാൻ നിൽക്കണ്ട. കാരണം മക്കൾ അവരുടെ തിരക്കിലേക്ക് പോകും. ആ സമയത്ത് ഈ കോട്ടേജിൽ ഒരു പാർട്ട്ണർ ആയാലുള്ള ഗുണം എന്താ? അച്ഛനും അമ്മനും നോക്കാട്ടോ. അവരങ്ങ് തട്ടിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. എങ്ങനെയുണ്ട്? അപ്പൊ എന്തായി? മക്കള് നോക്കൂന്നേ ഈ കോട്ടേജിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ. കാരണം എന്താ? അവർക്കറിയാം ഇതിൽ നിന്ന് വരുന്ന വരുമാനം. ഇനി ഇവിടെ 16 സാൻഡൽവുഡിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടും. അതായത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് മിനിമം, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് കണക്ക് കൂട്ടിയപ്പോൾ മിനിമം ഒരു 25 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടും. ഇത് കയ്യിൽ വന്നാലുള്ള ഗുണം എന്താ? അപ്പോഴും മക്കൾ പറയും, 15 വർഷം കഴിയണേ, നമ്മുടെ പ്രായം വെച്ച് ഒരു 15 വർഷം കൂട്ടിയാൽ മതി. അപ്പോഴും മക്കൾ പറയും, എടാ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഇതേ 15 ലക്ഷം രൂപ 25 ലക്ഷം രൂപ വന്നിട്ടുണ്ട്, മര്യാദക്ക് നോക്കി അത് തരും. നമ്മൾ എന്ത് പറയും? നീ എന്നെ മര്യാദക്ക് നോക്കിയാൽ ഞാൻ ആ കാശ് തരാം. നോക്കൂലേ? ഇനി പോട്ടെ, അവരെ ശല്യം ചെയ്യണ്ട. നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ പാർട്ട്ണറുടെ കൂടെ, ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? ഈ മക്കളുടെ മുമ്പിൽ കൈ നീട്ടണോ? അതിന് അഭിമാനക്കുറവുള്ള ആൾക്കാർ, അത് പൊതുവെ നമ്മൾ ആരും ചെയ്യാത്ത കാര്യമാണ്, മക്കളുടെ മുമ്പിൽ കൈ നീട്ടുക. അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടാറില്ല. ആരെങ്കിലും ചോദിക്കാറുണ്ടോ, എടാ മോനെ എനിക്കൊന്ന് സിനിമയ്ക്ക് പോകണം? ഞങ്ങളുടെ വീട്ടിലുണ്ട് അമ്മ ഇതുവരെ ഞങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാ? ചോദിക്കാൻ മടിയുള്ളത് കൊണ്ടാ. പക്ഷെ അവർക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടാണോ? ആണോ? അല്ല, അവർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർ ചോദിക്കില്ല. അതാണ് അച്ഛനും അമ്മയും. ഇത് തന്നെ നമുക്കും വരും. അപ്പം അതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിക്കുക, എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയാൽ എൻ്റെ ലൈഫിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? ഇതുകൊണ്ടുള്ള എനിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും? പലരും ഇപ്പം നമുക്കറിയാം, പല
മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടി ലോണുകൾ എടുക്കാറുണ്ട്. പക്ഷെ ആ ലോൺ അടച്ചു തീർക്കാനുള്ള ബുദ്ധിമുട്ട് വിവാഹം വരുമ്പോൾ, പെൺകുട്ടികളുടെ വിവാഹം വരുമ്പോൾ അവരുടെ ആ വിവാഹം നടത്താൻ വേണ്ടി നോർമലി ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വീടിൻ്റെ ആധാരം കൊണ്ടുപോയി തൊട്ടടുത്ത സൊസൈറ്റിയിൽ ഭദ്രമാക്കി വെക്കും അല്ലേ? പക്ഷെ അത് എടുക്കാൻ പെടുന്ന പാടുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് സാധിക്കാറില്ല. അത് മക്കളിലേക്ക് പോവാറുണ്ട് ആ ലയബിലിറ്റി. ഇതൊന്നും വേണ്ട. ഞാൻ എന്തുകൊണ്ടാണ് ഞങ്ങൾ 3 കോട്ടേജിൽ ഇൻവെസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ്? ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം അനീഷേണ്ണെ, ഒന്ന് എൻ്റെ മോളാണ്. എനിക്കൊരു മോളുണ്ട്. അവൾക്ക് ഇപ്പോൾ പ്രായം 7 വയസ്സ്. 15 വർഷം കഴിയുമ്പോൾ എനിക്കതിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടും. എൻ്റെ മോളുടെ കാര്യത്തെക്കുറിച്ച് നോ ടെൻഷൻ. ഞങ്ങൾ വേറെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, 5 സെൻറ്റിൽ 20 സാൻഡൽവുഡിൻ്റെ ഒരു പ്രൊജക്റ്റ്. അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ മോന് വേണ്ടിയിട്ട് അതും മാറ്റി വെച്ചേക്കാം. അവൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഒരു 15 വർഷം കഴിയുമ്പോൾ അതും സെറ്റാവും. നോ ടെൻഷൻ. ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് തല പുകഞ്ഞ് നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ അതിനെല്ലാത്തിനും, അതായത് പണമാണ് എവിടെയും പ്രശ്നം, അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പം നിങ്ങൾ കേട്ട പ്രൊജക്റ്റ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ കേട്ടു അല്ലേ, ഇത്രയും നേരം ഇരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളമായിട്ടുണ്ട് ഇവിടെ ഇരുന്ന പ്രൊജക്റ്റ് കേട്ടു. ചില ആളുകൾ ഞാൻ കണ്ടായിരുന്നു, ഇവിടെ ഇരുന്ന 2 ചേട്ടന്മാർ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറം കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പൊതുവെ എങ്ങനെയല്ലേ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഇന്നസെൻ്റ് പറയുന്ന പോലെ മറ്റേ കിലുക്കൻ സിനിമയിൽ മറ്റേ ലോട്ടറി അടിച്ച് നമ്പർ പറയും, ഓരോന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. അതേപോലെ കേട്ട് മറന്നു പോവാം. നോ പ്രോബ്ലം, ആർക്കും ഒരു പ്രശ്നമില്ല. രണ്ടാമത് ചില ആൾക്കാരുണ്ട്, എന്താണ്, കയ്യിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയും ജീവിക്കാം, അതും ഒരു പ്രശ്നമില്ല. വേറെ ചില ആൾക്കാരുണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി, അതായത് തോറ്റു പോവാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയും ജീവിക്കാം. പക്ഷെ വേറൊരു കൂട്ടരുണ്ട്, ഒരു കാര്യം ആഗ്രഹിച്ചു, ഒരവസരം വന്നു, കൊള്ളാം, നല്ലതാണ്, അന്വേഷിച്ചു, പഠിച്ചു, ഇത് ജെന്യൂനായിട്ടുള്ള പ്രൊജക്റ്റാണ്, നമുക്ക് ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്, എനിക്ക് മനസ്സിലായി, ഞാനിത് സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടി? വിജയിക്കാൻ വേണ്ടി. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് നേടാനുള്ള കപ്പാസിറ്റി കൂടി നമുക്ക് വേണം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രായക്കാരാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ മടി കൂടാതെ ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനിയോടൊപ്പം നിന്നാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുണ്ടാകും, ഒരുപാട് സമ്പത്തുണ്ടാകും. അത് ആ സന്തോഷവും സമാധാനവും ആരോഗ്യവും നമ്മളുടെ ഇനി വരാനിരിക്കുന്ന തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അവർക്കെല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം. ആ സമ്മാനമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ജസ്പേഡിൻ്റെ ഭാഗമാകുക, കൂടെ നിൽക്കുക. ഇവിടെ നിന്ന് ലഭിക്കുന്ന സമ്പത്തും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.